Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫാൽക്കൺ ആൻഡ് ദി വിന്റർ സോൾജറിന്റെ എപ്പിസോഡ് 1 ആണ്. എന്തായാലും കഴിഞ്ഞ വീഡിയോ, അതായത് എപ്പിസോഡ് 0 നിങ്ങളിൽ കുറെ പേര് കണ്ടിട്ടുണ്ട്. സാമിന്റെയും ബക്കിയുടെയും വൈബ്രേനിയം ഷീൽഡിന്റെയും ഒക്കെ ബാക്ക് സ്റ്റോറിയാണ് അതിൽ പറയുന്നത്. ഇനി അത് കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ആ കഥ അറിയുന്നുണ്ടാവും. എങ്ങനെയായാലും കുഴപ്പമില്ല, അതൊക്കെ ഓർത്തിരുന്ന മാത്രമാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കറക്റ്റ് ആ കണക്ഷൻ കിട്ടൂ. അപ്പൊ ഇനി ഞാൻ വലിച്ചു നീട്ടി സമയം കളയുന്നില്ല. എന്റെ പേര് അമിത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. തുടക്കത്തിലെ കുറച്ച് സെക്കൻഡുകളിൽ എന്താ നടക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. സാം കോട്ടും സിയോട്ടും അയൺ ചെയ്ത് അവന് സ്റ്റീവ് റോജേഴ്സ് ഏൽപ്പിച്ചിട്ട് പോയ വൈബ്രേനിയം ഷീൽഡും എടുത്ത് ബാഗിൽ വെച്ച് എങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ്. ആ സമയത്ത് താൻ ശരിക്കും ഇതിന് അർഹനാണോ എന്ന് സാം ചിന്തിച്ച് നിന്ന് പോവാണ്. ക്യാപ്റ്റൻ തന്നെ ഏൽപ്പിച്ച ഈ ജോലി, ഈ പദവി, ഈ ഷീൽഡ് അത് ശരിക്കും തന്റെ കയ്യിൽ ഇരിക്കേണ്ടതല്ലെന്നാണ് സാം വിചാരിക്കുന്നത്. സ്റ്റീവ് റോജേഴ്സ് അവസാനം പറഞ്ഞ വാക്കുകളാണ് അവന്റെ മനസ്സിൽ കേൾക്കുന്നത്. തൊട്ടടുത്ത സീനിൽ കാണിക്കുന്നത് സാം വിൽസൺ അല്ലെങ്കിൽ ഫാൽക്കൺ ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. ഒരു മിലിറ്ററി ഫൈറ്റ് ഇങ്ങനെ ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുക. എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ LAF എന്ന് പറയുന്ന ഒരു തീവ്രവാദി സംഘടന US മിലിറ്ററിയിലെ ഒരു ഓഫീസർ ആയിട്ടുള്ള ക്യാപ്റ്റൻ വസന്തിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ഒരു ഫ്ലൈറ്റിലാണ് അദ്ദേഹത്തെ അവർ തട്ടിക്കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള പരിപാടികളാണ് ഈ മിലിറ്ററി ഫ്ലൈറ്റിൽ വെച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാം വിൽസണും ഇവിടെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നും, സാം വിൽസൺ സോക്കോവിയ അക്കോർഡ്സിൽ ഒപ്പുവെച്ചില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൻ പിന്നീട് മിലിറ്ററിയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആക്ച്വലി സാം ഇപ്പൊ മിലിറ്ററിയുടെ കൂടെ വർക്ക് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചില പ്രത്യേക മിഷൻസിൽ മാത്രം, ഒരു കോൺട്രാക്ട് വർക്ക് പോലെ. അങ്ങനെ ക്യാപ്റ്റൻ വസന്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സാം വിൽസൺ ഇപ്പൊ മിലിറ്ററിക്കാരുടെ കൂടെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ക്യാപ്റ്റൻ വസന്തിനെ തട്ടിക്കൊണ്ടുപോകുന്ന പ്ലെയിനുമായിട്ടുള്ള കണക്ഷൻ ഇവർക്ക് കിട്ടുന്നില്ല. അദ്ദേഹത്തെ വിട്ടുതരുന്നതിന് പകരം വലിയ വലിയ ഡിമാൻഡുകളാണ് LAF എന്ന് പറയുന്ന തീവ്രവാദി സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. ഇവരാണെങ്കിൽ ഇപ്പൊ പറന്നുകൊണ്ടിരിക്കുന്നത് നോർത്ത് ആഫ്രിക്കയിലെ ടുണീഷ്യ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ മുകളിൽ തൊട്ടപ്പുറത്താണ് ലിബിയ എന്ന് പറയുന്ന രാജ്യം. ക്യാപ്റ്റൻ വസന്തിനെ തട്ടിക്കൊണ്ടുപോകുന്ന പ്ലെയിനോ മറ്റോ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ മിലിറ്ററിക്കാർക്കായാലും ഫാൽക്കണിനായാലും അതിർത്തി കടന്ന് അപ്പുറത്തെ രാജ്യത്തേക്ക് പോകുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് വലിയൊരു കുറ്റമായിട്ട് കണക്കാക്കും. സോ അങ്ങനെയൊന്നും ഉണ്ടാവാതെ തീവ്രവാദികൾ ക്യാപ്റ്റൻ വസന്തിനെ കൊണ്ട് അതിർത്തി കടക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിനെ രക്ഷിച്ചേ പറ്റൂ. ആകാശത്തിൽ കൂടെ പറന്നുകൊണ്ട് ചെയ്യേണ്ട അത്തരം വർക്കൊക്കെ തൽക്കാലം സാം വിൽസനെ കൊണ്ട് പറ്റൂ. സാം പറയാൻ തുടങ്ങി, സാർ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിങ്ങൾ എന്നെ പ്ലെയിന്റെ അടുത്തായിട്ട് പുറത്തിറക്കിയാൽ മതി, ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ സാം, ഞങ്ങളുടെ ഒരു ഓഫീസറായിട്ടുള്ള മിസ്റ്റർ ടോറസ് നിങ്ങളെ താഴെ നിന്ന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തൊട്ടപ്പുറത്ത് ഒരു രാജ്യമുണ്ട്. ആ അതിർത്തി കടക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് കാര്യങ്ങൾ നോക്കിയും കണ്ടും വലിയ കുഴപ്പമില്ലാത്ത പോലെ വേണം ചെയ്യാൻ, അറിയാലോ? ഓക്കെ സാർ, ആ കാര്യം ഞാൻ ഏറ്റു. ഇങ്ങനെ പറഞ്ഞ് സാം വിൽസൺ നേരെ പ്ലെയിനിൽ താഴേക്ക് ചാടുവാണ്. എന്നിട്ട് അവന്റെ ഫാൽക്കൺ സ്യൂട്ട് ഓപ്പൺ ചെയ്ത് പിന്നെ അങ്ങോട്ട് സീരീസിന്റെ തുടക്കത്തിൽ തന്നെ ആകാശത്ത് വെച്ച് നടക്കുന്ന ഒരു അടിപൊളി ഫൈറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. Yet, but I'll keep tracking the chatter. അവെഞ്ചേഴ്സ് ടീമിൽ ഉണ്ടായിരുന്നതിന്റെയും അവരുടെ കൂടെ ട്രെയിൻ ചെയ്തതിന്റെയും ഫൈറ്റ് ചെയ്തതിന്റെ ഒക്കെ എല്ലാ തരം ഗുണങ്ങളും സാമിന് ഇപ്പൊ ഉണ്ട്. അവന്റെ പറക്കാനുള്ള സ്കിൽസ് ആയാലും ഫൈറ്റ് ചെയ്യാനുള്ള സ്കിൽസ് ആയാലും ഒരുപാട് വർദ്ധിച്ചു. മറ്റേ ഓഫീസർ പറഞ്ഞ പോലെ സാമിന്റെ ഒരു അസിസ്റ്റന്റിനെ പോലെ താഴെ നിന്ന് ഓഫീസർ ടോറസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ടോറസ് ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ തന്നെയാണ് കേട്ടോ. സിഗ്നൽ കിട്ടാത്തത് കൊണ്ട് നേരെ മുന്നിൽ പറന്നു പോകുന്ന US മിലിറ്ററിയുടെ തന്നെ ഒരു ഫ്ലൈറ്റിൽ സാം ചെന്ന് പിടിച്ചു നിൽക്കുവാണ്. ഇതിന്റെ ഉള്ളിൽ തന്നെയാണോ ക്യാപ്റ്റൻ വസന്തോളെന്ന് അറിയണമല്ലോ. അവിടെ നോക്കിയപ്പോ പൈലറ്റിനെ ആരോ വെടിവെച്ച് കൊന്നിട്ടിട്ടുണ്ട്. അപ്പൊ സാമിന് മനസ്സിലായി നോക്കി നടക്കുന്ന പ്ലെയിൻ ഇത് തന്നെയാണ്.
എന്തായാലും വിമാനം തീവ്രവാദികളുടെ കയ്യിലായെന്ന് സാം ടോറസിനോട് പറയുന്നു. ടോറസ് ഇത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ അറിയിക്കുന്നു. ഈ സമയത്താണ് ഈ പ്ലെയിൻ ഓടിക്കുന്ന ഒരു തീവ്രവാദി സാമിനെ കാണുന്നത്. അയാൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇതാരെ പ്ലെയിന്റെ മോളി ഒന്ന് പിടിച്ചിരിക്കുന്ന. സാം പെട്ടെന്ന് പിന്നിലേക്ക് പറന്നു. ഈ സമയത്താണ് കുറെ കാലം കൂടി നമ്മൾ ഒരുത്തനെ വീണ്ടും കാണുന്നത്. ഇവന്റെ പേരാണ് ബാട്രോക്ക്. ആളൊരു കുഴപ്പം പിടിച്ച പുള്ളിയായിരുന്നു. ഒരു വാടക കൊലയാളിയും കള്ളക്കടത്തുകാരനും കൊള്ളക്കാരനും പിടികിട്ട പുള്ളിയായിരുന്നു ബാട്രോക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2014 നിക് ഫ്യൂറിക്ക് ഷീൽഡ് ഏജൻസിയുടെ ഉള്ളിൽ തന്നെ ഹൈഡ്ര വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഡൗട്ട് തോന്നുന്നത്. ഷീൽഡ് ഏജൻസിയുടെ തലപ്പത്തിരിക്കുന്ന അലക്സാണ്ടർ പിയേഴ്സിനെയും അയാൾ പ്ലാൻ ചെയ്യുന്ന പ്രൊജക്ട് ഇൻസൈറ്റിനെയും നിക് ഫ്യൂറിക്ക് ഡൗട്ട് തോന്നി. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രമുള്ള ഡാറ്റ നിക് ഫ്യൂറിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും വിട്ട് അന്വേഷിപ്പിച്ചാൽ അലക്സാണ്ടർ പിയേഴ്സിനോ ഹൈഡ്രയ്ക്കോ ഡൗട്ട് തോന്നി അത് പ്രശ്നം ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. സോ നിക് ഫ്യൂറി ഒരു പ്ലാൻ ഇടുന്നു. ഫ്യൂറി രഹസ്യമായിട്ട് ബാട്രോക്കിന് ഒരു പണി ഏൽപ്പിക്കുകയാണ്. ഈ പ്രൊജക്ട് ഇൻസൈറ്റിന്റെ മെയിൻ ഭാഗമായിട്ടുള്ള ഷീൽഡിന്റെ തന്നെ ലുമേറിയൻ സ്റ്റാർ എന്ന് പറയുന്ന കപ്പൽ തട്ടിയെടുക്കുക. എന്നിട്ട് അതിൽ ആളുകളെ തടവിലാക്കി വെക്കുക. ഇതാണ് ഫ്യൂറി ബാട്രോക്കിനെ ഏൽപ്പിച്ച ജോലി. ഇത് ഫ്യൂറിയാണ് ഏൽപ്പിക്കുന്നതെന്നൊന്നും ബാട്രോക്കിന് അറിയില്ല. അവന് പൈസ കിട്ടിയാൽ മതി. അങ്ങനെ ബാട്രോക്കും ടീമും പോയി ഈ കപ്പൽ പിടിച്ചെടുത്തു. എന്നിട്ട് $1 ബില്യൺ തന്നാലാണ് ഈ കപ്പലും കപ്പലിലെ ആൾക്കാരെയും വിട്ടുതരുമെന്ന് ബാട്രോക്ക് ഷീൽഡിനോട് പറയുവാണ്. ഈ സമയത്ത് ഫ്യൂറി അടുത്ത പ്ലാൻ ഇറക്കി. ഫ്യൂറി ക്യാപ്റ്റനെയും നത്താഷയെയും പ്രൊജക്ട് ഇൻസൈറ്റിന്റെയും ഷീൽഡിന്റെ ഉള്ളിൽ തന്നെയുള്ള ഹൈഡ്രയുടെയും ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ഈ കപ്പലിലേക്ക് അയക്കുകയാണ്. ഫ്യൂറി പറഞ്ഞിട്ടാണ് ബാട്രോക്ക് ഇത് ചെയ്യുന്നതെന്ന് ക്യാപ്റ്റൻ അറിയില്ല. ഫ്യൂറി പറഞ്ഞിട്ടാണ് ക്യാപ്റ്റൻ അങ്ങോട്ട് വരുന്നതെന്ന് ബാട്രോക്കിന് അറിയില്ല. നിക് ഫ്യൂറിയെ സംബന്ധിച്ച് പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള ബാട്രോക്കിനെ പിടിക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഇത്. ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഷീൽഡിന്റെ ഉള്ളിൽ ഹൈഡ്രയുള്ള കാര്യം ഫ്യൂറിക്ക് സംശയമുണ്ടെന്ന് ആരും മനസ്സിലാക്കില്ല. ഹൈഡ്രയുടെ ആൾക്കാരെ സംബന്ധിച്ച് ഷീൽഡിന്റെ കപ്പൽ ബാട്രോക്ക് എന്ന് പറയുന്ന ഏതോ ഒരുത്തൻ തട്ടിയെടുത്തു. അയാളെ പിടിക്കാൻ വേണ്ടി നിക് ഫ്യൂറി ക്യാപ്റ്റനെയും നത്താഷയെ അയച്ചു. അത്രേ ഉള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് നത്താഷയും ക്യാപ്റ്റനും കൂടി ഹൈഡ്രയുടെ വിവരങ്ങൾ ചോർത്തുന്നൊന്നും അവർക്ക് മനസ്സിലാവില്ല. സോ ഫ്യൂറിയുടെ പ്ലാൻ എപ്പോഴും അടിപൊളിയായിരുന്നു. പിന്നെ നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ കപ്പലിൽ നിന്ന് നത്താഷ ഹൈഡ്രയ്ക്ക് എതിരായിട്ടുള്ള കുറെ തെളിവുകൾ എടുക്കുന്നുണ്ട്. ക്യാപ്റ്റനും ബാട്രോക്കും കൂടി ഒരു ഫൈറ്റ് നടക്കുന്നു. ഷീൽഡ് പിടിച്ചുകൊണ്ടുള്ള ക്യാപ്റ്റന്റെ അടി സഹിക്കാൻ വയ്യാതായപ്പോ ബാട്രോക്ക് പറഞ്ഞു കൈ വെച്ച് ഫൈറ്റ് ചെയ്യാന്ന്. ക്യാപ്റ്റൻ അത് സമ്മതിച്ചു. അദ്ദേഹം ഷീൽഡ് താഴെ വെച്ച് ആയുധങ്ങളില്ലാതെ കൈ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പാവം ബാട്രോക്ക് അന്ന് ക്യാപ്റ്റന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടി അവൻ മരിക്കുന്നവരെ മറക്കില്ല. അടി കൊണ്ട് പരിപ്പിളകിപ്പോയി. അന്ന് പിടിയിലായ ബാട്രോക്ക് പിന്നെ കുറെ നാൾ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങി, അല്ലെങ്കിൽ ഇറക്കിയെന്ന് വേണം പറയാൻ. അതാരിറക്കിയെന്നൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പറയാം. എന്തായാലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും ബാട്രോക്കിന്റെ കുരുത്തക്കേടിന് കുറവൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് ബാട്രോക്ക് LF എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയുടെ കൂടെ ചേർന്ന് ഇപ്പൊ ഇമാതിരി പണിയൊക്കെ കാണിക്കുന്നത്. പേടിക്കേണ്ട ബാട്രോക്ക്, അടുത്തടി വരുന്നുണ്ട്. എന്തായാലും തീവ്രവാദി പൈലറ്റ് പ്ലെയിനിന്റെ മുകളിൽ ഒരുത്ത് പിടിച്ചിരിക്കുന്ന കണ്ടെന്ന് പറഞ്ഞപ്പോ ബാട്രോക്ക് അയാളെ കളിയൊക്കെ ചെയ്യുന്നത്. ഈ സമയത്ത് പ്ലെയിനിന്റെ പിന്നിക്കോട് പറക്കുന്ന സാം അവന്റെ കണ്ണി വെച്ചിരിക്കുന്ന റെഡ് ഗ്ലാസ് യൂസ് ചെയ്യുകയാണ്. അതിൽ എക്സ്റേ വിഷൻ ഉണ്ട്. ഇതൊക്കെ ആരോ ഉണ്ടാക്കിയ ടോണി സ്റ്റാർക്ക്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എൻ ഗെയിമിൽ ടോണി സ്റ്റാർക്ക് യൂസ് ചെയ്തിരുന്ന കണ്ണാടയിലും ഇതുപോലെ എക്സ്റേ വിഷൻ ഉണ്ടായിരുന്നു. സോ അതുപോലെയുള്ള ടെക്നോളജി തന്നെയായിരിക്കും അദ്ദേഹം ഈ റെഡ് ഗ്ലാസിലും കൊടുത്തിരിക്കുന്നത്. എന്തായാലും അങ്ങനെ നോക്കുമ്പോൾ സാമിന് മനസ്സിലായി ഉള്ളിൽ ക്യാപ്റ്റൻ വസന്തിനെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഫാൽക്കൺ അവന്റെ സ്യൂട്ടിൽ തന്നെ വെച്ചിരിക്കുന്ന റെഡ് വിങ് എന്ന് പറയുന്ന ഡിവൈസിനെ പുറത്തിറക്കുവാണ്. ഈ റെഡ് വിങ് എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ ഞാൻ ബാക്ക് സ്റ്റോറി പറഞ്ഞിരുന്നു. സാം ആണ് റെഡ് വിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. റെഡ് വിങ് നേരെ പോയി ലേസർ വെച്ച പ്ലെയിനിൽ സാമിന് കടക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കുവാണ്. സാം നേരെ ഉള്ളിലേക്ക് കടന്ന് ബാട്രോക്കിനിട്ട് ഒരു ചവിട്ട് കൊടുത്തു. പണ്ട് ക്യാപ്റ്റന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അത്ര ഇല്ലെങ്കിലും സാമിന്റെ കയ്യിൽ നിന്നും ബാട്രോക്ക് വേടിച്ചു കൂട്ടുന്നുണ്ട്. ബാട്രോക്കിന്റെ ആളുകൾ കിട്ടും. സാം നന്നായിട്ട് കൊടുക്കുന്നു. അവർ സാമിനെ വെടിവെക്കുമ്പോൾ ചിറകുകൾ ഷീൽഡ് പോലെ പിടിച്ച് സാം അത് തടയുന്നുണ്ട്. ഈ തക്കം മുതലാക്കി ബാട്രോക്ക് ആളുകളും ക്യാപ്റ്റൻ വസന്തിനെ അവരുടെ കൈ പിടിച്ച് താഴേക്ക് ചാടുവാണ്. അവരൊക്കെ ഗ്ലൈഡർ സ്യൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ക്യാപ്റ്റൻ വസന്തിനെ കൊണ്ട് ഇങ്ങനെ രക്ഷപ്പെടാന്നാണ് അവരുടെ വിചാരം. ക്യാപ്റ്റൻ വസന്താണെങ്കിൽ പേടിച്ച് ഇവരുടെ മേലും മുറുക്കി പിടിച്ചിരിക്കുക. സാം നേരെ പ്ലെയിനിൽ ചാടി അവരുടെ പിന്നാലെ വെച്ച് പിടിക്കുവാണ്. ഇതൊക്കെ താഴെ ബൈനോക്കുലറിൽ കൂടെ മിസ്റ്റർ ടോറസ് കാണുന്നുണ്ട്. സത്യം പറഞ്ഞ ടോറസ് സാമിന്റെ ഒരു ഫാനാണ്. അവൻ വളരെ ആവേശത്തോടെയാണ് സാം ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നൊക്കെ നോക്കി കാണുന്നത്. പണ്ട് ക്യാപ്റ്റനെ സാം എങ്ങനെയാണോ നോക്കിയിരുന്നത് അതുപോലെയാണ് ഇപ്പൊ സാമിനെ ടോറസ് നോക്കുന്നത്. ഈ ഗ്ലൈഡ് ചെയ്ത് പോകുന്നവന്മാര് മലയുടെ ഇടയിലുള്ള ഒരു ഇടുങ്ങിയ വഴി കൂടെ പോകുന്നുണ്ട്. സാമും പിന്നാലെ പറക്കാൻ നോക്കി. പക്ഷെ ആ സമയത്ത് അവന്റെ ചിറകുകൾ അവിടുത്തെ കല്ലുകളിലിടിച്ച് ചെറുതായിട്ട് കേടാവുന്നുണ്ട്. എന്നാലും സാം മിഷൻ ഡ്രോപ്പ് ചെയ്യാൻ തയ്യാറല്ല. സാമിനെ ഫയർ ചെയ്യാൻ വേണ്ടി ഹെലികോപ്റ്റർ ആളുകൾ വരുന്നുണ്ട്. പക്ഷെ അവഞ്ചേഴ്സ് ടീമിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത ആളാണ് സാം. അവൻ ഇതൊക്കെ വെറും ചീള് കേസാ. തന്റെ പിന്നാലെ വരുന്നവരെ ഒന്ന് ഒഴിവാക്കി തരാൻ സാം റെഡ് വിങ്ങിനോട് പറയുന്നു. റെഡ് വിങ് നേരെ പോയി അതിന്റെ ഉള്ളിലുള്ള ചെറിയ മിസൈലുകൾ ഈ ഹെലികോപ്റ്ററുകൾക്ക് നേരെ വിടുവാണ്. അങ്ങനെ അതൊക്കെ പൊട്ടിത്തെറിച്ചു. ചിലവന്മാര് ഗ്ലൈഡ് ചെയ്തു വന്ന് സാമിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. ഈ സമയത്ത് ബാട്രോക്ക് ക്യാപ്റ്റൻ വസന്തിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഹെലികോപ്റ്ററിലേക്ക് സാം വന്ന് കയറുവാണ്. ഇത് ബാട്രോക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവൻ സാമിനെ വെടിവെക്കാൻ നോക്കി ക്യാപ്റ്റൻ വസന്തിനെ കൊണ്ട് നേരെ താഴേക്ക് ചാടുവാണ്. വേറെ ആൾക്കാർ ഫൈറ്റ് ചെയ്യാൻ വന്നു കഴിയുമ്പോൾ സാം അതിൽ നിന്ന് പുറത്തേക്ക് ചാടി തന്റെ കയ്യിലുള്ള സ്പെഷ്യൽ ബോംബ് വെച്ച് ഹെലികോപ്റ്റർ പൊട്ടിത്തെറിപ്പിക്കുവാണ്. ഇനി ബാട്രോക്കിന്റെ കയ്യിൽ നിന്ന് ക്യാപ്റ്റൻ വസന്തിനെ പിടിച്ചെടുത്താൽ മാത്രം മതി. പക്ഷെ പ്രശ്നമുണ്ട്. ബാട്രോക്ക് ക്യാപ്റ്റൻ വസന്തിനെ കൊണ്ട് നേരെ ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ടുണീഷ്യൻ ബോർഡർ കഴിഞ്ഞ് ലിബിയയുടെ ബോർഡർ ആവും. അപ്പുറത്തെ രാജ്യത്തേക്ക് കടക്കും. പിന്നെ മിലിറ്ററിക്കും സാമിനായാലും അങ്ങോട്ട് പറന്ന് ചെല്ലുക എന്ന് പറയുന്നത് ലീഗലി ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇത് ടോറസ് അടിയിൽ നിന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ബാട്രോക്ക് ക്യാപ്റ്റൻ വസന്തിനെ കൊണ്ട് അടുത്ത ഹെലികോപ്റ്റർ കയറുവാണ്. എന്നിട്ട് ഫാൽക്കണിന് നേരെ പിന്നാലെ ഫോളോ ചെയ്യുന്ന മിസൈലുകൾ വിടുന്നു. സാം ഇതൊക്കെ കുറെ കണ്ടതാ. അവൻ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പറക്കുന്നു. എന്നിട്ട്
വളരെ തന്ത്രപൂർവ്വം അവന്റെ പിന്നാലെ വരുന്ന മിസൈലുകൾ വെച്ച് തന്നെ ബാട്രോക്കിന്റെ ചില ഹെലികോപ്റ്ററുകളെ പൊട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. ഈ സമയത്താണ് ടോറസ് പറയുന്നത്, ബാട്രോ ക്യാപ്റ്റൻ വസന്തിനെ കൊണ്ട് ലിബിയയിലേക്ക് കടക്കാൻ ഇനി കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ, ഈ മിഷൻ തൽക്കാലം നിർത്തിവെക്കാന്നാണ് ടോറസ് പറയുന്നത്. പക്ഷെ സാം ഇതിനുള്ള ഐഡിയ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. അവന് പോകേണ്ട റൂട്ട് മനസ്സിലായി. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് സാം നേരെ ബാട്രോക്ക് ഇരിക്കുന്ന ഹെലികോപ്റ്ററിലേക്ക് പറക്കുവാണ്. എന്നിട്ട് ക്യാപ്റ്റൻ വസന്തിനെ പിടിച്ചെടുത്ത് നേരെ പുറത്തേക്ക് പറന്ന് ലിബിയയുടെ ബോർഡറിൽ തൊടാതെ കറക്റ്റ് അങ്ങോട്ട് വളഞ്ഞു പോവാണ്. പക്ഷെ സാമിന് വേറൊരു പ്ലാൻ കൂടി ഉണ്ടായിരുന്നു. അവന്റെ പിന്നാലെ വന്നിരുന്ന മിസൈലുകളെ ബാട്രോക്ക് ഇരിക്കുന്ന ഹെലികോപ്റ്ററിലേക്ക് കൊണ്ടുവന്ന് ഇടിപ്പിക്കാനായിരുന്നു അവന്റെ പ്ലാൻ. അവൻ വിജയിക്കുകയും ചെയ്തു. പക്ഷെ ഇത് മനസ്സിലാവുന്ന ബാട്രോക്ക് നേരെ പൊട്ടിത്തെറിക്കുന്നതിന് മുന്നേ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടി രക്ഷപ്പെടുവാണ്. അവൻ ഗ്ലൈഡ് ചെയ്ത് വേറെ എവിടേക്കോ പോയി. എന്തായാലും കിട്ടേണ്ട അടിയൊക്കെ ബാട്രോക്കിന് സാമിന്റെ കയ്യിൽ നിന്നും കിട്ടി. അവന് ക്യാപ്റ്റന്റെ കൂടെയുള്ള നിമിഷങ്ങളുടെ ഓർമ്മ പുതുക്കാൻ പറ്റി കാണും. സാം ക്യാപ്റ്റൻ വസന്തിനെ കൊണ്ട് താഴേക്ക് പറന്നിറങ്ങുവാണ്. താഴെ ടോറസ് ആണെങ്കിൽ സാം വിജയിച്ചത് കണ്ട് ഭയങ്കര ആവേശത്തിലാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ടുണീഷ്യയിലെ ഒരു ചെറിയ മാർക്കറ്റ് പോലെയുള്ള സ്ഥലമാണ്. അവിടെ സാമും ടോറസും കൂടി ഇരുന്ന് കട്ടൻ ചായ കുടിക്കുവാണ്. നമ്മുടെ സാം ആണെങ്കിൽ അവന്റെ സ്യൂട്ടിന്റെയും റെഡ് വിങ്ങിന്റെയും കേടായ ഭാഗങ്ങൾ പതുക്കെ ശരിയായിക്കൊണ്ടിരിക്കുക, ഭയങ്കര ശ്രദ്ധിച്ച്. ഈ സമയത്ത് ടോറസ് എന്തോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ സാം അത് വേണ്ടെന്ന് പറയുവാണ്. ഹേയ് ടോറസ്, ഐ എം സോറി, എനിക്ക് ഇതിനോട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഞാനിപ്പോ US എയർഫോഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 6 മാസമായി. അവരെപ്പോഴൊക്കെ എന്റെ സ്യൂട്ടും റെഡ് വിങ്ങും ഒക്കെ ശരിയാക്കാൻ നോക്കുന്നുണ്ടോ അപ്പോഴൊക്കെ എന്തെങ്കിലും പ്രശ്നം വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് തൊണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, എനിക്ക് മനസ്സിലായി, അത് കുഴപ്പമില്ല. നിങ്ങളുടെ ഡിവൈസ് ഒക്കെ ടോണി സ്റ്റാർക്ക് ഉണ്ടാക്കിയതല്ലേ, അങ്ങയുടെ ടെക്നോളജി കൈവയ്ക്കാൻ പോയാ ഞങ്ങൾ പാവങ്ങളൊക്കെ പാടുപെടും. അതുകൊണ്ട് സാം തന്നെ ചെയ്തു. ഈ സമയത്താണ് ഒരു ഭാര്യയും ഭർത്താവും അങ്ങോട്ട് വരുന്നത്. തന്റെ ഭാര്യയെ രക്ഷിച്ചതിന് ഭർത്താവ് സാമിനോട് താങ്ക് യു പറഞ്ഞിട്ട് പോവാണ്. ആയിഷയും സാമിനെ നോക്കി ഒരു പ്രത്യേക ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. നന്ദിയുള്ളതുകൊണ്ടായിരിക്കും. എന്തായാലും ഇതൊക്കെ നമ്മുടെ ടോറസ് വീഡിയോ എടുത്ത് വെക്കുവാണ്. ഇതൊക്കെ എടുത്ത് റീൽസ് ഇട്ടാൽ നല്ല റീച്ച് കിട്ടുന്നവൻ അറിയാം. പക്ഷെ സാമിന് വലിയ പബ്ലിസിറ്റി ഒന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഈ സമയത്ത് ടോറസ് LAF-നെ പറ്റി പറയുന്നുണ്ട്. LAF എന്ന് പറയുന്ന തീവ്രവാദി സംഘടന ശരിക്കും ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, താനോസ് സ്നാപ്പ് ചെയ്ത് പകുതി പേര് മാഞ്ഞു പോയല്ലോ, 5 വർഷം കഴിഞ്ഞ് ഹൾക്ക് സ്നാപ്പ് ചെയ്യുമ്പോൾ, അതായത് ബ്ലിപ്പ് വഴി എല്ലാവരും തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വന്ന് കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സെറ്റാക്കാൻ പറ്റില്ല. രാജ്യങ്ങളും ആളുകളും ഗവൺമെന്റും ഒക്കെ ഒരു ആശയക്കുഴപ്പത്തിലാണ്. ഇത്രയും പേര് 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു, അതിന്റേതായ പ്രശ്നങ്ങളും ഉണ്ടാവും. ഈ അവസരത്തെ മുതലെടുത്ത് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നവരാണ് LAF എന്ന് പറയുന്ന ബാട്രോക്ക് വർക്ക് ചെയ്യുന്ന തീവ്രവാദി സംഘടന. എന്നാൽ അത് മാത്രമല്ല, വേറെയും ചില സംഘടനകൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. അവരും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടോറസ് തന്നെ മൊബൈലുള്ള ഒരു സ്പെഷ്യൽ ആപ്പ് എടുത്ത് ക്യാമറ ഓൺ ആക്കി ചുറ്റും തിരിക്കുവാണ്. അപ്പോഴാണ് ഒരു ചുവന്ന കൈപ്പത്തിയുടെ ചിത്രം ഈ ആപ്പിലുള്ള വീഡിയോയിൽ കൂടെ മാത്രം കാണാവുന്ന രീതിയിൽ അവൻ കണ്ടുപിടിക്കുന്നത്. ഈ ഓർഗനൈസേഷന്റെ പേരാണ് ദി ഫ്ലാഗ് സ്മാഷേഴ്സ്. ഹേയ് സാം, ഈ കൈപ്പത്തി കണ്ടില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ പ്രധാന ചിഹ്നം. അവരാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ഫ്ലാഗ് സ്മാഷേഴ്സോ? ഇതിനേക്കാളും പൊട്ട പേരൊന്നും കിട്ടിയില്ല. ഫ്ലാഗ് സ്മാഷേഴ്സ് അത്ര മോശം പേരൊന്നും അല്ല, അതിനേക്കാളും മോശം പേരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആക്ച്വലി ഈ ഫ്ലാഗ് സ്മാഷേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് അറിയോ? താനോസ് സ്നാപ്പ് ചെയ്ത് എല്ലാവരും മാഞ്ഞു പോയ 5 വർഷം ഇവർക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. ആ 5 വർഷമായിരുന്നു മികച്ചതെന്നാണ് ഫ്ലാഗ് സ്മാഷേഴ്സ് വിചാരിക്കുന്നത്. ആ 5 വർഷം ആളുകൾക്ക് ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടായിരുന്നു, വസ്ത്രം ഉണ്ടായിരുന്നു, വീടില്ലാത്ത ഒരുപാട് പേർക്ക് താമസിക്കാൻ സ്ഥലങ്ങൾ കിട്ടി, മരുന്നുകൾ കിട്ടി, രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികൾ കുറെയൊക്കെ ഇല്ലാതെയായി. പക്ഷെ 5 വർഷം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ എല്ലാം പ്രശ്നത്തിലായി. ആളുകൾ കൂടിയതോടെ മരുന്നുകളും ഭക്ഷണവും വസ്ത്രവും താമസിക്കാനുള്ള സ്ഥലവും ഒക്കെ കുറെ പേർക്ക് നഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞ ഗവൺമെന്റ് പോലും കുറെ പേരെ ശ്രദ്ധിക്കാതെയായി. അതിൽ ദേഷ്യം വന്നിട്ടാണ് ഇവര് ഫ്ലാഗ് സ്മാഷേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ലോകത്തിൽ പകുതി പേർ മാഞ്ഞുപോയ സമയത്ത് ലോകം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മതിയായിരുന്നെന്നാണ് ഇവർ വാദിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവരെന്തിനെങ്ങനെ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. അങ്ങനെ പറയരുത് ടോറസ്. ഏതൊരു ഗ്രൂപ്പിനും അവരുടേതായ ലക്ഷ്യങ്ങളും ശരികളും ഉണ്ടാവും. അതൊരു പക്ഷെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. എന്തായാലും തീവ്രവാദം വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. അതെ സാം, ആക്ച്വലി ഫ്ലാഗ് സ്മാഷേഴ്സ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, അവർക്ക് വേണ്ടത് 5 വർഷം മുൻപത്തെ പോലെ അതിർത്തികളില്ലാത്ത ഒരു ലോകമാണ്. എല്ലാവരും ഒരുപോലെയുള്ള ഒരു ലോകം. അവർക്ക് ഈ ആശയം ഉള്ളത് കൊണ്ട് തന്നെ കുറെ പേര് ഫ്ലാഗ് സ്മാഷേഴ്സിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ ടോറസ്, എന്തായാലും അവർ പ്രശ്നക്കാരാണെങ്കിൽ നീ അവരുടെ മേലെ ഒരു കണ്ണു വെച്ചേക്ക്. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യം ഉണ്ടാവുകയാണെങ്കിൽ നീ എന്നെ അറിയിച്ചോ. അത് പിന്നെ പറയണോ? എന്തായാലും ഞാൻ അറിയിക്കും. പിന്നെ ഈ ഓൺലൈനിലെ ആളുകൾ പലതും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കണ്ടൊരു കാര്യം ചോദിക്കുന്നതേ ഉള്ളൂ. കുറെ പേര് പറയുന്നത് സ്റ്റീവ് റോജേഴ്സ് മരിച്ചുപോയെന്ന. വേറെ കുറെ പേര് പറയുന്നത് എന്താന്ന് വെച്ചാൽ, സ്റ്റീവ് റോജേഴ്സ് ഇപ്പോ അങ്ങ് സ്പേസിൽ ചന്ദ്രനിലുള്ള ഏതൊരു സീക്രട്ട് ആയിട്ടുള്ള താവളത്തിലെന്ന. എന്നിട്ട് സ്റ്റീവ് അവിടെ ഇരുന്ന് നമ്മളെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഓൺലൈനിൽ പലരും പറയുന്നത്. ഇതിനെപ്പറ്റി സാമിന് എന്താ അഭിപ്രായം? എന്റെ പൊന്നു ടോറസ്, ആളുകൾ ഓൺലൈനിൽ പലതും പറയും. നീ അതൊന്നും കാര്യമാക്കണ്ട. വെറുതെ നീ ഇതൊക്കെ ചിന്തിച്ച് സമയം കളയുന്നു. അല്ല, എന്നാലും സ്റ്റീവ് എവിടെ പോയെന്ന് അറിയാൻ ഒരു ആഗ്രഹം. അതെന്നോട് പറഞ്ഞൂടെ? അതോ ആ രഹസ്യം സാമിനോടൊപ്പം മണ്ണിൽ അലിഞ്ഞു ചേരുവോ? സത്യം പറ, സാം അല്ലേ സ്റ്റീവിനെ ചന്ദ്രനെ കൊണ്ടാക്കിയത്? എന്റെ പൊന്നു ടോറസ്, നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല. ഞാൻ ഓൺലൈനിലൊന്നും നോക്കട്ടെ ആൾക്കാർ എന്തൊക്കെയാ പറയുന്നതെന്ന്. സാം, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇനി പോലെ സീക്രട്ട് ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാവരോടും പറയണമെന്നില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. അല്ല, ഇനി എങ്ങോട്ടെ യാത്ര എന്നോ? ഞാനൊന്ന് സ്റ്റീവിനെ കാണാൻ ചന്ദ്രനി വരെ പോയിട്ട് വരാം. എന്താ? ഊഞ്ഞാലാട്ടിയതാണല്ലേ? ശരി, പിന്നെ കാണാം. അങ്ങനെ പറഞ്ഞ് സാം അവിടുന്ന് പോവാണ്. സാം പോകുന്ന എവിടേക്കാ? വാഷിംഗ്ടൺ DC സ്മിത്സോണിയൻ മ്യൂസിയത്തിലേക്ക്.
ഈ മ്യൂസിയത്തിനെ പറ്റി ഞാൻ ബാക്ക് സ്റ്റോറി പറഞ്ഞിരുന്നു. ഇവിടേക്കാണ് സാം ആ ബാഗിൽ ഷീൽഡ് എടുത്ത് വെച്ച് കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് വരാനായിട്ട് നിന്നത്. സാം ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ ആ ഷീൽഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അവൻ സംസാരിക്കാൻ തുടങ്ങി. അമേരിക്കയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഏറ്റവും മികച്ച ഹീറോയും പ്രതീക്ഷയുമായിരുന്നു സ്റ്റീവ് റോജേഴ്സ്. അദ്ദേഹം നമ്മൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിരുന്നു. ഒരിക്കലും വിട്ടുകൊടുക്കരുതെന്നും എപ്പോഴും ധൈര്യത്തോടെ നിൽക്കണമെന്നും സ്റ്റീവ് നമ്മളെ പഠിപ്പിച്ചു. നീതിക്കെതിരായി സ്റ്റീവ് ഒരിക്കൽ പോലും ഒരു കാര്യം ചെയ്തിട്ടില്ല. സ്റ്റീവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ തോന്നാറുണ്ട്. ഞാനെന്നും സ്റ്റീവിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. അത് മാത്രമല്ല സ്റ്റീവ് റോജേഴ്സിനെ പോലെ ഫോട്ടോയ്ക്ക് പോസ് കൊടുക്കാൻ തൽക്കാലം വേറെ ആരുമില്ല. സാം പറയുന്നത് കേട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അഭിമാനവും അതുപോലെ ചിരിയും വരുന്നുണ്ട്. നമ്മുടെ റോഡിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് ലോകം ഇപ്പൊ പഴയതുപോലെയല്ല. 5 വർഷം മുൻപ് എന്ത് നടന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ 5 വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തിരിച്ചു പിടിച്ചു. അതിന്റെ ഭാഗമായി നമ്മൾക്ക് ഒരുപാട് ഹീറോകൾ നഷ്ടമായി. നമ്മൾക്ക് വേണ്ടി പോരാടിയവർ മാഞ്ഞുപോയ എല്ലാവരും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ലോകത്ത് പുതിയ പല പ്രശ്നങ്ങളും ഉണ്ടാവാനും തുടങ്ങി. എന്തായാലും ലോകം ഇപ്പൊ ശാന്തമായ അവസ്ഥയിലല്ല. ഇപ്പോൾ ലോകത്ത് സമാധാനമില്ല. അതുകൊണ്ട് നമ്മൾക്ക് പുതിയ ഹീറോസിന് ആവശ്യമാണ്. ലോകത്തിന് അത് ആവശ്യമാണ്. ഇപ്പോഴത്തെ സമയത്തിന് പറ്റിയവർ, ഇപ്പോഴത്തെ കാലത്തിന് പറ്റിയവർ. ക്യാപ്റ്റൻ അമേരിക്കയുടെ ഈ വൈബ്രേനിയം ഷീൽഡ് ഇത് അമേരിക്കയുടെ മാത്രമല്ല ലോകത്തിന്റെ പ്രതീക്ഷയുടെ ഏറ്റവും വലിയൊരു ചിഹ്നമായിരുന്നു. എ സിംബൽ. നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത, നമ്മൾ ഇന്നും ആരാധിക്കുന്ന, നമ്മൾ ബഹുമാനിക്കുന്ന ഒരു പ്രതീകമാണ് ഈ ഷീൽഡ്. പക്ഷേ ഈ ഷീൽഡ് ആരുപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. ഇത് കയ്യിൽ കൊണ്ട് നടന്നിരുന്നത് സ്റ്റീവ് റോജേഴ്സ് ആയിരുന്നു. അദ്ദേഹത്തിനെ പോലെ ആവാൻ ഇനി ആർക്കും സാധിക്കില്ല. അതിനെനിക്ക് സാധിക്കില്ല. അദ്ദേഹം ഇന്ന് നമ്മളുടെ കൂടെ ഇല്ല. സ്റ്റീവ് ചെയ്തു വെച്ച കാര്യങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. സ്റ്റീവ് ഒരു ഇതിഹാസമാണ്, ഒരു ചരിത്രമാണ്. പക്ഷെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നില്ല. ഈ ഷീൽഡ് എന്നെ ഏൽപ്പിച്ചതിന് സ്റ്റീവിനോട് ഞാൻ നന്ദി പറയുന്നു. അദ്ദേഹം എന്നെ വിശ്വസിച്ചു. പക്ഷെ കുറെ ആലോചിച്ചതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഈ ഷീൽഡിന് അർഹനല്ല. ഈ ഷീൽഡ് എന്റെ അല്ല. ഇതിനാരെങ്കിലും അർഹനായിട്ടുണ്ടെങ്കിൽ അത് സ്റ്റീവ് റോജേഴ്സ് മാത്രമാണ്. സാമിന്റെ പ്രസംഗം കേട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം സാം ഒരു കാര്യം ചെയ്യുവാണ്. സ്റ്റീവ് റോജേഴ്സ് സാമിന് കൊടുത്ത ആ ഷീൽഡ് അവൻ ഈ മ്യൂസിയത്തിലേക്ക് സംഭാവന ചെയ്യുവാണ്. അതായത് ഇനി ഈ ഷീൽഡ് മ്യൂസിയത്തിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി പ്രതീക്ഷയുടെയും ക്യാപ്റ്റൻ അമേരിക്കയുടെയും ഒരു പ്രതീകമായിട്ട് വെക്കാനാണ് സാം ഉദ്ദേശിക്കുന്നത്. സോ ഗവൺമെന്റ് അത് ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞതുപോലെ സാമിന് ഇപ്പോഴും അടുത്ത ക്യാപ്റ്റൻ അമേരിക്ക ആവാനുള്ള ഈ ഷീൽഡ് എടുത്ത് ഉപയോഗിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. സ്റ്റീവ് സാമിനെ വിശ്വസിച്ചെങ്കിലും സാമിന് സ്വയം വിശ്വാസമില്ല. അങ്ങനെ അവരത് ആ മ്യൂസിയത്തിൽ വെക്കുവാണ്. എന്തായാലും സാം ചെയ്തത് നല്ലൊരു കാര്യമാണെന്നാണ് ചില ഓഫീസേഴ്സ് വന്ന് സാമിനോട് പറയുന്നത്. പക്ഷെ അവരുടെ ഉള്ള ഉദ്ദേശം സാമിനും റോഡിക്കും ഒക്കെ നന്നായിട്ട് അറിയാം. ഒരു കറുത്ത വർഗ്ഗക്കാരൻ അടുത്ത ക്യാപ്റ്റൻ അമേരിക്ക ആവുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല. ഒരു കറുത്ത വർഗ്ഗക്കാരൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആവുമ്പോൾ എങ്ങനെയാണോ പ്രതിഷേധങ്ങൾ വരുന്നത് അതുപോലെ തന്നെയാണ് ഒരു കറുത്ത വർഗ്ഗക്കാരൻ അമേരിക്കയുടെ പ്രതീകമായിട്ടുള്ള ക്യാപ്റ്റൻ അമേരിക്ക ആവുമ്പോഴും. അതുകൊണ്ടാണ് ചില ഓഫീസേഴ്സ് ഇത് നല്ല തീരുമാനമായെന്ന് സാമിനോട് പറയുന്നത്. പക്ഷെ ഇവിടെ കറുപ്പ് വെളുപ്പ് എന്നല്ല, സ്റ്റീവ് റോജേഴ്സ് വിശ്വസിച്ച് ഈ പദവിയും ഷീൽഡും ഏൽപ്പിച്ചത് സാമിനെയാണ്. അതുകൊണ്ട് സാം ഈ ഷീൽഡ് വിട്ടുകൊടുത്തതിൽ റോഡിക്ക് അത്ര താല്പര്യമില്ല. റോഡി സാമിന്റെ കൂടെ സംസാരിക്കാൻ തുടങ്ങി. അവിടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഡ്രസ്സ് എല്ലാവർക്കും കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ സ്ക്രീനിൽ സ്റ്റീവ് റോജേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജീവിതത്തെ പറ്റി ഒരുപാട് ചിത്രങ്ങളും എഴുത്തുകളും ഒക്കെ കാണിക്കുന്നുണ്ട്. അവിടെ ബക്കിയെ പറ്റി കാണിച്ചിട്ടുണ്ട്. ദ വാനിഷ്ഡ് എന്ന പേരിൽ സ്നാപ്പ് നടന്നപ്പോൾ മാഞ്ഞുപോയവരുടെ പേരും അവിടെ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ അമേരിക്കയുടെ അവസാനം വരെയുള്ള ജീവിതത്തെ പറ്റി അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താന്ന് വെച്ചാൽ എൻഡ് ഗെയിം വരെയുള്ള സ്റ്റോറിയുടെ പകുതി മുക്കാൽ കാര്യങ്ങളും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അറിയില്ല. അവരെ സംബന്ധിച്ച് ഒരു ഏലിയൻ, അതായത് താനോസ് വന്ന് സ്നാപ്പ് ചെയ്തു, കുറെ പേര് മാഞ്ഞുപോയി. അത് കഴിഞ്ഞിട്ടുള്ള 5 വർഷം എന്തൊക്കെ അവെഞ്ചേഴ്സ് ചെയ്തെന്നോ എങ്ങനെയാണ് അവെഞ്ചേഴ്സ് ഈ യുദ്ധം ജയിച്ചതെന്നോ ഒന്നും സാധാരണ ജനങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല. ഏറ്റവും വലിയ കാര്യമാണ് ടൈം ട്രാവലിനെ പറ്റി. അതിനെപ്പറ്റി ജനങ്ങൾക്ക് അറിയത്തേ ഇല്ല. ക്യാപ്റ്റൻ ഇപ്പൊ എവിടെയാണെന്നോ, ക്യാപ്റ്റന് വയസ്സായെന്നോ, ക്യാപ്റ്റൻ ബാക്കിലേക്ക് പോയെന്നോ ഇതൊന്നും സാധാരണക്കാർക്ക് അറിയില്ല. ക്യാപ്റ്റൻ അമേരിക്ക ഉപയോഗിച്ചിട്ടുള്ള തോക്കുകളുടെയും ഷീൽഡുകളുടെയും ഹെൽമെറ്റുകളുടെയും ബൈക്കുകളുടെയും ഒക്കെ സാമ്പിളുകൾ പോലെ അവിടെ വെച്ചിട്ടുണ്ട്. അത് സ്റ്റീവ് റോജേഴ്സിനെ പറ്റി സാധാരണക്കാർ അറിയേണ്ട അല്ലെങ്കിൽ അറിയണമെന്ന് അവെഞ്ചേഴ്സോ ഗവൺമെന്റോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. മറ്റു കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചിരിക്കുന്നു. നമ്മളുടെ റിയൽ വേൾഡിലും ഒരുപക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കും. മാഞ്ഞുപോയ 5 വർഷം എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല മിസ്റ്റർ റോഡ്സ്. ഞാൻ മാഞ്ഞു പോകുമ്പോ എന്റെ പെങ്ങളുടെ പിള്ളേരൊക്കെ ചെറിയ കുട്ടികളായിരുന്നു. തിരിച്ചു വന്ന് പെട്ടെന്ന് നോക്കുമ്പോ അവര് ശരിക്കും വലുതായി. ഒരു അത്ഭുതം പോലെ തോന്നുന്നത്. സാമിനെ അവര് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? ഇതൊക്കെ അവർക്ക് നല്ലൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും സാം ആ ഷീൽഡിന് കയ്യിലെടുക്കാൻ ആരുമില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ കുറച്ച് വിഷമമുണ്ട്. അങ്ങനെ ചിന്തിക്കേണ്ട റോഡ്സ്. സ്റ്റീവ് റോജേഴ്സ് 70 വർഷത്തോളം മഞ്ഞിന്റെ അടിയിൽ കിടന്നു. ആ ഷീൽഡും അതെ. പക്ഷെ ആ 70 വർഷക്കാലം ആരും ചിന്തിച്ചില്ല ആ ഷീൽഡ് എവിടെയാണെന്നോ അല്ലെങ്കിൽ അതാരും കയ്യിലെടുക്കുന്നില്ലല്ലോ എന്നൊന്നും. ഒരുപക്ഷെ ഇപ്പോഴും അങ്ങനെയായിരിക്കും. കുഴപ്പമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. മിസ്റ്റർ സാം, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇനി ഞാനത് ചോദിച്ചാലേ പറ്റുമെന്നാണെങ്കിൽ ചോദിക്കാം. എന്തുകൊണ്ട് സാം അത് ഏറ്റെടുത്തില്ല? സ്റ്റീവ് റോജേഴ്സ് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തത് സാം. ആ ഷീൽഡ് അദ്ദേഹം നിങ്ങളെയാണ് ഏൽപ്പിച്ചത്. അതിങ്ങനെ വിട്ടുകൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾക്കത് പറയാൻ ഈസി ആയിരിക്കും, പക്ഷെ എനിക്കങ്ങനെയല്ല. സ്റ്റീവ് ആ ഷീൽഡ് എടുത്ത് ആദ്യമായിട്ട് എന്റെ കയ്യിലേക്ക് തരുമ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാ, ഇത് എന്റേതല്ല, ഇത് വേറെ ആരുടെ പോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന്. സത്യം പറഞ്ഞാൽ വേറെ ആരോ എന്ന് പറയുന്നത് സ്റ്റീവ് തന്നെയാണ്. വേറെ ആർക്കും അതിന് അർഹതയില്ല, എനിക്ക് പോലും. പക്ഷെ സാം, ലോകം ഇപ്പൊ പഴയതുപോലെയല്ല. ഇവിടെ എല്ലാവർക്കും ഭ്രാന്ത് പിടിച്ചിരിക്കുവാണ്. ആളുകളുടെ കാര്യമായാലും രാജ്യങ്ങളുടെ കാര്യമായാലും ആരെ വിശ്വസിക്കണം, ആരെ കൂടെ നിർത്തണം, ആരെ മാറ്റി നിർത്തണം, ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇതിനൊക്കെ ഒരു ഓർഡർ കൊണ്ടുവരാൻ ലോകം ഒരു ഹീറോയെ ഉറ്റുനോക്കുന്നു. എനിക്ക്
എനിക്ക് മനസ്സിലാവുന്നുണ്ട് റോഡ്സ്, പക്ഷെ എല്ലാവരും ഉറ്റുനോക്കുന്ന, എല്ലാവരും പ്രതീക്ഷിക്കുന്ന ആ ഹീറോ ഞാനല്ല. എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല. ഓക്കെ സാം, എന്തായാലും നിന്റെ തീരുമാനമാണല്ലോ, നമുക്ക് ഇനിയും കാണാം. അങ്ങനെ പറഞ്ഞ് റോഡി അവിടുന്ന് പോവാണ്. സോ സാം ക്യാപ്റ്റൻ അമേരിക്ക ആവാത്തതിലും ഷീൽഡ് വിട്ടുകൊടുത്തതിലും റോഡിക്ക് നല്ല അഭിപ്രായ വ്യത്യാസമുണ്ട്. സാം ഒന്നുകൂടി ആ ഷീൽഡിലേക്ക് നോക്കുവാണ്. അത് വിട്ടുകൊടുക്കാനുള്ള അവന്റെ തീരുമാനം ശരിയായിരുന്നോ? ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം സാം ആലോചിക്കുന്നത്. പക്ഷെ ഒരുപാട് ആലോചിച്ചിട്ടാണ് സാം ഈ തീരുമാനം എടുത്തത്. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ ഒരു ഹോട്ടൽ പോലെയുള്ള സ്ഥലമാണ് കാണിക്കുന്നത്. കുറെ പേര് വളരെ സന്തോഷത്തോടെ അങ്ങോട്ട് കയറി വരുന്നു. അവിടെ കുറെ ഗാർഡ്സ് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു ഗാർഡിന്റെ നേരെ കഴുത്തിലായിട്ട് അവിടുത്തെ ചുമര് പൊളിച്ച് ഒരു ഉരുക്ക് കൈ വന്ന് പിടിക്കുവാണ്. ആ ഉരുക്ക് കൈ ആരുടെ ആയിരിക്കും? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആള് തന്നെയാണ്, ദ വിന്റർ സോൾജിയർ. ഇത് ആളുകളെ കൊല്ലുന്ന ഹൈഡ്രയുടെ ഏജന്റ് ആയിട്ടുള്ള വിന്റർ സോൾജിയർ ആണ്. സോ ഇത് ഇപ്പോഴൊന്നും നടക്കുന്ന കഥയല്ല. ക്യാപ്റ്റൻ അമേരിക്ക അത് വിന്റർ സോൾജിയറിന് മുന്നായിട്ട് നടക്കുന്ന ഒരു കഥയാണ്. വിന്റർ സോൾജിയർ നേരെ വന്ന് അവിടെയുള്ള എല്ലാവരെയും കൊന്നു കളയാൻ തുടങ്ങി. കുറെ പേര് അവനെ ഷൂട്ട് ചെയ്യാനും തടയാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വിന്റർ സോൾജിയർ നിൽക്കുന്നില്ല. അവന് ഹൈഡ്ര എന്ത് കമാൻഡാണോ കൊടുത്തിരിക്കുന്നത്, എന്ത് ചെയ്യാനാണോ പറഞ്ഞിരിക്കുന്നത്, അത് ചെയ്ത് തീർത്തിട്ടേ വിന്റർ സോൾജിയർ തിരിച്ചു പോകും. അങ്ങനെ അവസാനത്തെ ആളെയും അവൻ തന്റെ ഉരുക്ക് കൈ കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊന്നുകളയുവാണ്. പക്ഷെ ഒരു പാവം ജപ്പാൻകാരൻ അവിടെ അടുത്ത് ഇതൊക്കെ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ വാതിൽ തുറന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് അയാൾ വിന്റർ സോൾജിയറിന്റെ കണ്ണിപ്പെടുവാണ്. അയാളാകെ പേടിക്കാൻ തുടങ്ങി. അയാൾ വിന്റർ സോൾജിയറിനോട് കേണപേക്ഷിച്ചു, പ്ലീസ് എന്നൊന്നും ചെയ്യരുത്, ഞാനിവിടെ കണ്ട കാര്യങ്ങൾ ആരോടും പറയില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല, എന്നെ പോകാൻ അനുവദിക്കണം, എനിക്കിതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇങ്ങനെയൊക്കെ ആ പാവം പറഞ്ഞെങ്കിലും തെളിവുകൾ ബാക്കി നിർത്തുന്നത് വിന്റർ സോൾജിയറിന് ഇഷ്ടമല്ല. ഹൈഡ്രയും അവനോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ദയയും കാണിക്കാതെ വിന്റർ സോൾജിയർ ഒരു തോക്കെടുത്ത് ആ പാവത്തിനെ വെടിവെച്ച് കൊന്നുകളയുവാണ്. പെട്ടെന്ന് ബക്കി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുന്നു. ഇപ്പൊ കഥ പ്രസന്റിലേക്ക് വന്നു. ബക്കി അവിടെ താഴെ നിലത്താണ് കിടക്കുന്നത്. ബക്കിയുടെ ബാക്ക് സ്റ്റോറി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ ബാക്ക് സ്റ്റോറി അറിയാതെ നേരിട്ട് ബക്കി ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ വല്ല കണക്ഷൻ കിട്ടും. കഥയൊക്കെ എപ്പോഴും വീഡിയോ കാണുകയും സിനിമ കാണുകയും ചെയ്ത് ഓർത്തു വയ്ക്കുന്ന കുറെ പേരുണ്ട്. അവർക്കതൊക്കെ ഓർമ്മയുണ്ടാവും. ഞാൻ അല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. ബക്കി എന്തുകൊണ്ട് നിലത്ത് കിടക്കുന്നു നിങ്ങൾക്ക് അറിയോ? അവനൊരു പട്ടാളക്കാരനായിരുന്നു. പട്ടാളക്കാരെ സംബന്ധിച്ച് അവരെവിടെ വേണമെങ്കിലും കിടന്നുറങ്ങും. അങ്ങനെയാണ് അവർ പരിശീലിച്ചിട്ടുള്ളത്. സോ കുറെ കാലം അങ്ങനെ ആയി കഴിയുമ്പോൾ അത് അവർക്കൊരു ശീലമായിട്ട് മാറും. പിന്നെ ഇങ്ങനെ കിടന്നാലേ അവർക്ക് ഉറക്കം വരും. ആ ശീലമാണ് ബക്കി ഇപ്പോഴും തുടരുന്നത്. നമ്മൾ അവസാനമായിട്ട് ബക്കിയെ കണ്ടത് സ്റ്റീവ് റോജേഴ്സ് സാമിന് ഷീൽഡ് കൊടുക്കുന്ന സമയത്താണ്. അത് കഴിഞ്ഞ് ബക്കി എവിടെയായിരുന്നു? എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ വക്കാൻഡയിലെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതോടെ ബക്കിയുടെ തലയിൽ നിന്ന് വിന്റർ സോൾജർ എന്ന് പറയുന്ന ആ കൊലയാളി ഒഴിഞ്ഞുപോയി. ഹൈഡ്ര ചെയ്തു വെച്ച പ്രോഗ്രാമിംഗ് അവന്റെ തലയിൽ നിന്ന് പോയി. അവനൊരു ഫ്രീ ആയ മനുഷ്യനാണ്. ബക്കി വിന്റർ സോൾജർ ആയിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളൊന്നും അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അവനോട് ക്ഷമിക്കാൻ തയ്യാറായി. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഗവൺമെന്റിന് ഉറപ്പ് വേണം ബക്കി ഇനിയും വിന്റർ സോൾജർ ആയി മാറില്ല എന്ന്. അതുകൊണ്ട് ഡോക്ടർ റെയ്നർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് ബക്കിയോട് തുടർച്ചയായി കൺസൾട്ടേഷൻ ചെയ്യാൻ പറയുവാണ്. ബക്കി ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ഈ ഡോക്ടർ പറയുമ്പോഴൊക്കെ ക്ലിനിക്കിലേക്ക് വരണം, ഡോക്ടറോട് സംസാരിക്കണം, ഡോക്ടർ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം, സത്യം മാത്രമേ ഡോക്ടറോട് പറയാവൂ. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ കുറെ നാൾ ബക്കി പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഇരുന്നാൽ ഈ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ റെയ്നർ ഒരു റിപ്പോർട്ട് എഴുതി ഗവൺമെന്റിന് കൊടുക്കും. ബക്കി ഇപ്പോൾ പ്രശ്നക്കാരനൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ബക്കിയെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫ്രീ മാൻ ആക്കും. സോ ബക്കി ഇപ്പോൾ വീണ്ടും ഡോക്ടർ റെയ്നറുമായിട്ട് ഒരു തെറാപ്പി സെഷന് വേണ്ടി വന്നിരിക്കുവാണ്. ബക്കി, ഞാൻ നിന്നോട് കുറെ നേരമായി ചോദിക്കുന്നു, നിനക്ക് ഈയിടെയായിട്ട് വല്ല പേടിപ്പെടുത്തുന്ന മോശം സ്വപ്നമൊക്കെ വരാറുണ്ടോ? ഇല്ല ഡോക്ടർ, അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. ഒരാൾ നുണ പറയുമ്പോൾ എനിക്കത് അറിയാൻ പറ്റും. നീ ഇപ്പൊ നുണയെ പറയുന്നത്, നിന്റെ മുഖം കണ്ടാ അറിയാം. നിനക്കെല്ലാം എന്നോട് തുറന്ന് പറയാം. അതിനാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഈ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല ഡോക്ടർ, പ്രശ്നമൊന്നും ഉണ്ടായില്ല. നോക്ക് ബക്കി, നീ ഇപ്പൊ ഒരു സാധാരണക്കാരനാണ്. പക്ഷേ ഗവൺമെന്റിന് ഉറപ്പ് വേണം നീ ഇനിയും പഴയതുപോലെ ആവില്ല എന്ന്. ആ പണിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നോട് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞില്ല ഡോക്ടർ, എനിക്ക് പേടി സ്വപ്നമൊന്നും ഉണ്ടായില്ല. ഓ, ഇപ്പൊ നീ ചൂടാവുകയാണോ? അല്ല, ഞാൻ ചൂടായതല്ല. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ തീരുമാനിക്കും. പക്ഷെ ബക്കി സഹകരിക്കാതെ എനിക്കൊരു നല്ല റിപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. എന്താ ഡോക്ടർ, ഇപ്പൊ കുറെ നാളായില്ലേ, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ലല്ലോ. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും നിങ്ങൾ ആ നോട്ട്ബുക്ക് എടുത്ത് എനിക്ക് മോശം മാർക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണോ? ഇത് ശരിയല്ല. നീ ഇനിയും ക്ഷമ പഠിക്കാനുണ്ട് ബക്കി. ഞാൻ എഴുതുന്ന സമയത്ത് സംസാരിക്കരുത്. ഓക്കെ, സോറി ഡോക്ടർ. ഞാൻ എന്റെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന ലിസ്റ്റിലെ പേരുകളിൽ നിന്ന് ഒരാളെ കൂടി പോയി കണ്ടു. അയാളുമായിട്ട് ഞാൻ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കി. പക്ഷെ കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞ 3 നിയമങ്ങളും ഞാൻ അനുസരിച്ചിട്ടുണ്ട്. ഡോക്ടർ അത് എന്താന്ന് പറയാൻ പറയുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, എന്താണ് ഈ ബുക്കിൽ എഴുതിയ പേരുകൾ, എന്താണ് ഈ 3 റൂൾസ്? പറയാം. ബക്കി വിന്റർ സോൾജർ ആയിരിക്കുന്ന സമയത്ത് അവൻ ഒരുപാട് പേരോട് ക്രൂരത കാണിച്ചിട്ടുണ്ട്. അവൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല, ഹൈഡ്ര അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. സ്റ്റീവനെ കണ്ടതോടെ ബക്കിയുടെ ഓർമ്മകൾ ചെറുതായിട്ട് തിരിച്ചു വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞിരുന്നു, ഓരോ വട്ടവും മിഷൻസ് കഴിയുമ്പോൾ ബക്കിയുടെ ഓർമ്മകൾ മായ്ച്ചു കളഞ്ഞിട്ടാണ് അവൻ ഐസ് വെട്ടി കിടത്തി ഓർക്കാറുള്ളത്. പക്ഷെ ഓർമ്മകൾ അങ്ങനെ കംപ്ലീറ്റ്ലി മായ്ച്ചു കളയാൻ പറ്റില്ല. അത് അവന്റെ തലച്ചോറിന്റെ ഏതോ ഒരു കോണിലുണ്ട്. സ്റ്റീവനെ കണ്ടതോടെ അവന്റെ ഓർമ്മകൾ തിരിച്ചു വരാൻ തുടങ്ങിയിരുന്നല്ലോ. പിന്നെ അവൻ ഹൈഡ്രയിൽ നിന്ന് ഫ്രീ ആയി. അതോടെ അവൻ അവന്റെ കഴിഞ്ഞ കാലത്തെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. അവൻ എന്തൊക്കെ
ചെയ്തെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ഓർമ്മകൾ തിരിച്ചു വരാൻ തുടങ്ങി. പിന്നെ വക്കാൻഡയിൽ പോയി ചികിത്സയിൽ ഏർപ്പെട്ടപ്പോഴും അവൻ വിന്റർ സോൾജർ ആയിരുന്നപ്പോ എന്തൊക്കെ ചെയ്തെന്ന് അവൻ ഓർമ്മ കിട്ടി. അതുകൊണ്ട് തന്നെ അവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഓർത്ത്, കൊന്നവരെയും വേദനിപ്പിച്ചവരെയും ഓർത്ത് ബക്കിക്ക് ഇപ്പൊ ഉറങ്ങാൻ പറ്റുന്നില്ല. അവന് ഭയങ്കരമായിട്ട് കുറ്റബോധമുണ്ട്. അതുപോലെ ഒരു സ്വപ്നമാണ് ബക്കി നേരത്തെ കണ്ട് ഞെട്ടിയിട്ടത്. ഒരു ജപ്പാൻകാരനെ കൊന്നല്ലോ, അതിപ്പോഴും ബക്കിയുടെ മനസ്സിലൊരു വേദനയായിട്ട് കിടക്കുകയാണ്. സോ ബക്കി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഓർമ്മ വരുന്ന പേരൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കും. എന്നിട്ട് ഓരോ ദിവസം ഓരോരുത്തരുടെ അടുത്ത് പോയി അവരോട് സോറി പറയും. ഞാനിപ്പോ പഴയതുപോലെയല്ല, പണ്ട് ഞാൻ അതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനത്തോടെ സംസാരിച്ച് പിരിയും. അങ്ങനെ ഓരോരുത്തരെ കണ്ടു കഴിയുമ്പോൾ അവൻ ഓരോ പേരായിട്ട് വെട്ടിക്കളയും. ഇങ്ങനെ ലാസ്റ്റ് ഡേ ഒരാളെ കണ്ടെന്നാണ് ബക്കി പറയുന്നത്. പിന്നെ ഇങ്ങനെ ആളുകൾ കാണുമ്പോൾ 3 റൂൾസ് അല്ലെങ്കിൽ 3 നിയമങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഡോക്ടർ ബക്കിയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ നിയമം, നിയമവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഒന്നും ചെയ്യരുത്. രണ്ടാമത്തെ നിയമം, ആരെയും ഉപദ്രവിക്കരുത്. മൂന്നാമത്തെ നിയമം, കാണുന്ന ആളോട് വ്യക്തമായിട്ട് പറയണം, ഞാനിപ്പോ പഴയ വിന്റർ സോൾജർ അല്ല, ഞാനിപ്പോ ബക്കി ബാൺസ് ആണ്, ഞാനിപ്പോ ഒരു നല്ലവനാണ്, നിങ്ങളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. ഇതാണ് ആ 3 നിയമങ്ങൾ. അങ്ങനെ ബക്കി കഴിഞ്ഞ ദിവസം കണ്ട ആളുടെ കഥ പറയാൻ തുടങ്ങി. അവളുടെ പേരായിരുന്നു സെനേറ്റർ ആറ്റ്വുഡ്. സെനേറ്റർ ആറ്റ്വുഡ് ഹൈഡ്രയുടെ ഒരാളായിരുന്നു. അവൾക്കെതിരെ നിൽക്കുന്ന ആളുകളെ കൊന്നുകളയാൻ അവൾ പണ്ട് വിന്റർ സോൾജറിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഹൈഡ്രയുടെ കീഴിലായിരുന്നതുകൊണ്ട് അവൾ പറയുന്നതൊക്കെ വിന്റർ സോൾജർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തെറ്റായ വഴിയിലൂടെയാണ് ഈ പെണ്ണ് ഗവൺമെന്റിന്റെ വലിയ പദവിയിലെത്തിയത്. ഈ കാര്യം ഓർക്കുമ്പോൾ ബക്കിക്ക് തന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ബക്കി അവളെ കൊടുക്കണമെന്ന് തീരുമാനിക്കുകയാണ്. ബക്കി അവളുടെ കാറിൽ ഒരു ഡിവൈസ് കൊണ്ട് ഘടിപ്പിച്ചു. ഇപ്പൊ അവളും കൂടെയുള്ള ഒരുത്തനും ആ കാറിൽ കയറി ഇരിക്കുവാണ്. ഈ പെണ്ണിന്റെ പാർട്ടിക്ക് എതിരായിട്ട് നിൽക്കുന്ന മറ്റൊരു പാർട്ടിക്കാരനെ കൊന്നുകളയുന്ന കാര്യമാണ് ഈ പെണ്ണും ഇയാളും കൂടി സംസാരിക്കുന്നത്. ബക്കി ആ ഡിവൈസ് വെച്ച് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാത്രമായിരുന്നില്ല, ബക്കി ആ ഡിവൈസ് വെച്ച് അവന്റെ കയ്യിലുള്ള ടാബ്ലറ്റിലൂടെ കാറിനെ കൺട്രോൾ ചെയ്യുവാണ്. എന്നിട്ട് ബക്കി ആ കാർ ഓടിപ്പിച്ച് കുറച്ച് മാറ്റിക്കൊണ്ട് നിർത്തുവാണ്. അവളൊന്ന് പേടിപ്പിക്കാനാണ് ബക്കിയുടെ പ്ലാൻ. അപ്പൊ അവിടെ തന്നെ ബക്കിയുടെ ആദ്യത്തെ റൂൾ തെറ്റി. ഇല്ലീഗലായിട്ടൊന്നും ചെയ്തതെന്ന് പറഞ്ഞിട്ട് ബക്കി ഇങ്ങനെ ചെയ്തു. പക്ഷെ ഇത് അവൻ ഡോക്ടറോട് പറയുന്നില്ല. ബക്കി നേരെ കാറിനടുത്തേക്ക് പോവാണ്. ഹേയ്, മാഡത്തിന് എന്നെ ഓർമ്മയുണ്ടോ? പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നില്ല, നിങ്ങൾ എന്നെ വെച്ച് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇനിയെല്ലാം നിർത്താൻ സമയമായി, അതാണ് നിങ്ങൾക്ക് നല്ലത്. ബക്കി ഇങ്ങനെ പറയുമ്പോ കൂടെ ഇരിക്കുന്നവൻ ബക്കി ഇടിക്കാൻ നോക്കുന്നുണ്ട്. പാവത്തിന് ആള് മാറിപ്പോയി. ബക്കി അവന്റെ വൈബ്രേനിയം കൈ വെച്ച് ഒറ്റ ഒരു ഇടി കൊടുക്കുവാണ്. അവൻ ബോധം കെട്ടു. അപ്പൊ അവിടെ ബക്കിയുടെ രണ്ടാമത്തെ റൂളും തെറ്റി. ആരെയും ഉപദ്രവിക്കരുതെന്നുള്ള റൂൾ. ഇതും അവൻ ഡോക്ടറോട് പറയുന്നില്ല. പക്ഷെ റൂൾ നമ്പർ 3 അത് ബക്കി കറക്റ്റ് ആയിട്ട് ചെയ്തു. അപ്പൊ മാഡം, ഞാനിപ്പോ പഴയ വിന്റർ സോൾജർ അല്ല, ഐ എം ബക്കി ബാൺസ്, എനിക്ക് നിങ്ങളോട് ഇനി യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ പറഞ്ഞ് ബക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. ബക്കി പോകുന്നതിന്റെ കൂടെ ആ കാറിനെ പോലീസുകാർ വന്ന് വളയുവാണ്. സോ ബക്കി ആ റെക്കോർഡ് ചെയ്ത ഫൂട്ടേജ് ഒക്കെ എങ്ങനെയോ പോലീസിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പെണ്ണിനെ പോലീസുകാർ തൂക്കി. ബക്കി, നീ സത്യം തന്നെയല്ല പറയുന്നത്? യെസ് മാഡം, ഞാൻ ഇല്ലീഗലായിട്ടൊന്നും ചെയ്തിട്ടില്ല, ആരും ഉപദ്രവിച്ചിട്ടില്ല, സമാധാനമായിട്ട് കാര്യം പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. ശരി ശരി, പേടി സ്വപ്നങ്ങളൊന്നും വരാറില്ല എന്ന് പറഞ്ഞത് ശരിയല്ലേ? നോട് പറഞ്ഞല്ലോ. അല്ല ഡോക്ടർ, എനിക്ക് പേടി സ്വപ്നങ്ങളില്ല. ഒരിക്കൽ നീ എന്നോടെല്ലാം തുറന്നു പറയേണ്ടി വരും ബക്കി. ഞാൻ നിന്റെ ശത്രുവൊന്നുമല്ല. ചുറ്റുള്ളവരൊക്കെ ശത്രുവാണെന്ന് വിചാരിച്ചാൽ നിനക്ക് ആരും അടുപ്പിക്കാൻ പറ്റില്ല. നിന്നെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. കുറച്ചുപേരെങ്കിലും നീ വിശ്വസിക്കണം. എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ആളുകളെ വിശ്വസിക്കാറൊക്കെ ഉണ്ട്. ഡോക്ടർ ബക്കിയോട് ഫോൺ തരാൻ പറയുവാണ്. ഡോക്ടർ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഫോണിൽ ഒരു 10 പേരുടെ നമ്പർ പോലും ഇല്ല. ഒരു കോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുന്നില്ല. സാം വിൽസൺ ബക്കിയെ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ബക്കി കോൾ എടുക്കാറുമില്ല. എന്താ ബക്കി ഇത്? ഈ സമൂഹമായിട്ട് ഇടപഴകി വേണ്ട ജീവിക്കാൻ. നീ ഇപ്പൊ പഴയ ആളല്ല, നിന്റെ കൂട്ടുകാരനായിരുന്നില്ല സാം. അവന്റെ കോൾ നീ എന്താ എടുക്കാത്തത്? നിനക്ക് ഫ്രണ്ട്ഷിപ്സ് വേണം, ബന്ധങ്ങൾ വേണം, അല്ലെങ്കിൽ നീ ഒറ്റപ്പെട്ടു പോകും. നീ ആ കൂടി കോൾ ചെയ്യുന്നത് എന്നെ മാത്രമാ. കഴിഞ്ഞ ആഴ്ച എന്റെ അടുത്ത് ഒരു പേഷ്യന്റ് വന്നിരുന്നു, അമിത്. അവൻ ഇതുപോലെയായിരുന്നു, ഒരു ഇൻവെർട്ടർ. ബക്കി, നീ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കേണ്ട ആളല്ല. നിനക്ക് 100 വയസ്സിലേറെ പ്രായമുണ്ട്, പക്ഷെ നിനക്കൊരു കുടുംബമില്ല. നീ സ്നേഹിക്കുന്നവരോ നിന്നെ സ്നേഹിക്കുന്നവരോ എന്റെ അറിവിലില്ല. എന്തിനാ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാരണം ഞാൻ സത്യമാണ് പറയുന്നത്. നിന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നവരെ പോലും നീ അകറ്റി നിർത്തുകയാണ്. അത് ശരിയല്ല ബക്കി. ഡോക്ടർ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് പ്ലീസ്. ഓ, നീ ഇപ്പൊ ചൂടാവണല്ലേ? എന്നാൽ ഞാൻ എഴുതി കൊടുത്തേക്കാം. ബക്കി ഇപ്പോഴും പഴയ പോലെയാണ്. എഴുതട്ടെ? ഡോക്ടർ പ്ലീസ്, എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ. എനിക്ക് കുറച്ച് ടൈം താ, ഞാനെല്ലാം ശരിയാക്കാം. നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്യാം. ഈ ലോകം എനിക്ക് പുതിയതാണ്, അപ്പോ എല്ലാം ഒന്ന് മനസ്സിലാക്കാൻ ടൈം എടുക്കുമല്ലോ. ഞാൻ വക്കാൻഡയിലായിരുന്നപ്പോ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു, അവിടെ എന്നെ മനസ്സിലാക്കുന്നവരുണ്ടായിരുന്നു. പക്ഷെ ഈ പുറത്തെ ലോകം ഞാൻ വിചാരിക്കുന്നത് പോലെയല്ല. 90 വർഷത്തോളം ഞാനൊരു പോരാളി മാത്രമായിരുന്നു. ഓക്കെ ബക്കി, നിന്റെ മനസ്സ് പറയുന്നത് പറ. നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് സമാധാനമാണ് വേണ്ടത്. സമാധാനമല്ല നിനക്ക് വേണ്ടത്. നിനക്ക് വേണ്ടത് ബന്ധങ്ങളാണ്, ഫ്രണ്ട്സ് ആണ്. ഞാനും മിലിറ്ററി വർക്ക് ചെയ്തിട്ടുണ്ട്, അതിനുശേഷമാണ് ഞാൻ ഈ ജോലിയിലേക്ക് വന്നത്. എനിക്കറിയാം നമ്മുടെ കൺമുന്നിൽ ആളുകൾ മരിച്ചു വീഴുന്നതും കൊല്ലേണ്ടി വരുന്നതും രക്തവും ഒക്കെ കണ്ട് മരവിച്ച നമ്മളുടെ മനസ്സ്, അത് ശരിയാവാൻ ഒരുപാട് കാലമെടുക്കും. അതും ഒറ്റയ്ക്കാണെങ്കിൽ അതൊരു പക്ഷെ ഒരിക്കലും ശരിയാവില്ല. ജീവനുള്ള ആളുകളുമായിട്ട് നമ്മൾക്ക് സമ്പർക്കം വേണം. ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ ബക്കി. നമ്മളെയൊക്കെ സംബന്ധിച്ച് ഏകാന്തത എന്ന് പറയുന്നത് ഒരു നരകം പോലെയാ. കഴിഞ്ഞ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. നിനക്ക് നിന്റെ മനസ്സ് തിരിച്ചു കിട്ടി, നിനക്ക് നിന്റെ ജീവിതം തിരിച്ചു കിട്ടി. ഗവൺമെന്റ് നിന്നോട് ക്ഷമിച്ചു. ഇനി എന്തിനിങ്ങനെ ഒളിച്ചു താമസിക്കുന്നു? ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കു ബക്കി. നീ ഇപ്പൊ ഫ്രീ ആണ്. അതെ മാഡം, ഞാനിപ്പോ ഫ്രീ ആണ്. പക്ഷെ എന്തിനു വേണ്ടി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പറഞ്ഞാണ് ബക്കി നിർത്തുന്നത്. ബക്കി പറയുന്നത് ശരിയാണ്. അവൻ ഈ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞ് ഇപ്പൊ അവന് പോരാടാൻ ഫൈറ്റുകളില്ല. അവൻ എന്നും ഒരു പോരാളിയായിരുന്നു. പക്ഷെ ആ മെയിൻ കാര്യം മാറ്റി നിർത്തിയാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് അവനറിയില്ല.
അടുത്ത സീനി കാണിക്കുന്നത് ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ ബ്രൂക്ലിനിലാണ് നമ്മളുടെ സ്റ്റീവ് റോജേഴ്സും ബക്കിയും ഒക്കെ ഓടിക്കളിച്ച് വളർന്നത്. ഇപ്പൊ അവിടുത്തെ ഒരു ഇടവഴിയിൽ യോരി എന്ന് പേരുള്ള ഒരു അപ്പൂപ്പനും ഒരു ചെറുപ്പക്കാരനും കൂടി എന്തോ വഴക്ക് നടക്കുവാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ അപ്പൂപ്പൻ വേസ്റ്റ് ഒക്കെ ഇടുന്ന ബാസ്ക്കറ്റിലേക്ക് ഈ ചെക്കൻ അവന്റെ വേസ്റ്റ് കൊണ്ടിട്ടു. അവന്റെ ബാസ്ക്കറ്റ് നിറഞ്ഞിരിക്കുവാണ്. അതുകൊണ്ടാണ് അവൻ അപ്പൂപ്പന്റെ കയ്യിലേക്ക് ഇട്ടത്. പക്ഷെ അപ്പൂപ്പന് അത് ഇഷ്ടപ്പെട്ടില്ല. ഇത് പറഞ്ഞ് യോരിയും ആ ചെക്കനും കൂടി വഴക്ക് നടന്നുകൊണ്ടിരിക്കുക. യോരി ചെക്കനെ കയറി അടിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോഴേക്കും ബക്കി അങ്ങോട്ട് വന്ന് പ്രശ്നം ഒത്തുതീർപ്പാക്കുവാണ്. ഈ യോരി അപ്പൂപ്പനെ ബക്കിക്ക് നല്ല പരിചയം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ബക്കി ഒരു സാധാരണക്കാരനെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വളരെ നല്ല രീതിയിൽ ആ ചെറുപ്പക്കാരനോട് സംസാരിക്കുന്നു. എന്നിട്ട് പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് രണ്ടുപേരെയും രണ്ടു വഴിക്ക് വിടുവാണ്. പക്ഷെ യോരി അപ്പൂപ്പൻ ഇപ്പോഴും ദേഷ്യത്തില്ല. ദേഷ്യം കുറയ്ക്കാൻ വേണ്ടി ബക്കി അപ്പൂപ്പന് ഫുഡ് വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്തുള്ള ഹോട്ടലിലേക്ക് കൊണ്ടുപോവാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡോക്ടർക്ക് ബക്കിയുടെ കാര്യമൊക്കെ അറിയാം. പക്ഷെ സാധാരണക്കാരായ ജനങ്ങൾക്കും ഈ അപ്പൂപ്പനും ഇവിടെ ഇരിക്കുന്ന ആർക്കും ബക്കിയെ പറ്റിയൊന്നും അറിയില്ല. ബക്കിക്ക് 100 വയസ്സിലേറെ പ്രായമുണ്ടെന്നോ അവനൊരു സൂപ്പർ സോൾജർ ആണെന്നോ അവന്റെ ഒരു കൈ വൈബ്രേനിയം കൊണ്ടുള്ളതാണെന്നോ ഒന്നും ഇവർക്കറിയില്ല. അപ്പൂപ്പൻ വലിയ കാര്യത്തിൽ പേപ്പറിൽ നോക്കിയിട്ട് ചരമകോളം വായിക്കാൻ തുടങ്ങി. ഒരാൾ പോലും 90 വയസ്സ് കടന്നിട്ടില്ല. ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ആയുസ് പോരാ, അങ്ങനെയാണ് അപ്പൂപ്പൻ പറയുന്നത്. ബക്കിയൊന്നും പറയുന്നില്ല. ഈ അപ്പൂപ്പന്റെ മുഖത്ത് നോക്കി എങ്ങനെ പറയും അയാളെക്കാളും പ്രായം തനിക്കുണ്ടെന്ന്. അപ്പോഴാണ് സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി അങ്ങോട്ട് വരുന്നത്. ലിയ എന്നാണ് അവളുടെ പേര്. ഇവിടുത്തെ വെയിട്രസ് ആണ് അവൾ. അവൾ ഫുഡ് കൊണ്ടു കൊടുക്കുന്നു. അവൾക്ക് ബക്കി ഒരു നോട്ടമുണ്ട്. എടാ മോനെ, നിനക്ക് ആ കൊച്ചിനെ നോക്കിക്കൂടെ? എന്ത് നോക്കാനോ? ഞാൻ നോക്കുന്നുണ്ടല്ലോ. നീ എന്താ വയസ്സായ ആളെ പോലെ സംസാരിക്കുന്നേ? നോക്കാന്ന് പറഞ്ഞാ നിനക്ക് ലൈൻ അടിച്ചൂടെ? ലൈൻ അടിക്കുകയോ? അതെങ്ങനെ? എടാ നിനക്ക് ആ കൊച്ചിനെ റൂട്ടാക്കിക്കൂടെ? ഏത് റൂട്ട്? നിന്റെ എടാ പൊട്ട, നിനക്ക് അവളെ ലവ് ചെയ്തൂടെ എന്നാ അപ്പൂപ്പൻ ചോദിച്ചത്. നിനക്ക് അവളൊരു ഡേറ്റിന് വിളിച്ചോണ്ട് പൊക്കൂടെ? ഒന്ന് കറങ്ങിക്കൂടെ അവളുടെ കൂടെ? എന്താ കൊച്ചേ, നിനക്ക് അവന് ഇഷ്ടമല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അയ്യോ, ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നത് സോറി കേട്ടോ. എന്തിനാ സോറിയൊക്കെ ചോദിക്കുന്നത്? കറങ്ങാൻ പോവാന്നല്ലേ പറഞ്ഞുള്ളൂ. അതിനിപ്പോ എന്താ? നമുക്ക് പോവാം. നാളെ രാത്രി ഞാൻ ഫ്രീയാ. ഓക്കെ ആണെങ്കിൽ നമുക്ക് പോവാം. അങ്ങനെ ബക്കി ഓക്കെ പറയുവാണ്. അങ്ങനെ ആ അപ്പൂപ്പൻ ബക്കിക്ക് ലൈൻ സെറ്റ് ആക്കി കൊടുത്തു. ഇതുപോലത്തെ അപ്പൂപ്പന്മാരൊക്കെ എവിടെയുള്ളത്? കേരളത്തിലില്ലല്ലോ. ഓ പിന്നെ ബക്കിയുടെ പോലെ ലുക്ക് വേണല്ലേ, അതൊരു കാര്യം. ഈ സമയത്ത് യോരി അപ്പൂപ്പൻ അവിടെ ഇരിക്കുന്ന ഒരു പ്രത്യേക ഡിഷ് കാണുവാണ്. ഒരു ജാപ്പനീസ് ഡിഷ് ആണെന്ന് തോന്നുന്നത്. റെഡ് ബീൻ മോച്ച എന്നാണ് അതിന്റെ പേര്. ഈ യോരി അപ്പൂപ്പന്റെ മകന് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു. അപ്പൊ ഇത് കാണുമ്പോഴൊക്കെ യോരിക്ക് തന്റെ മകനെയാണ് ഓർമ്മ വരുന്നത്. ഞാൻ എപ്പോഴും എന്റെ മോനെ പറ്റി ആലോചിക്കാറുണ്ട്. അവൻ മരിച്ചതല്ല, അവനാരോ കൊന്നുകളഞ്ഞതാ. അവന് ജോലി കിട്ടി കുറച്ചുനാൾ കഴിഞ്ഞതോടെയാണ് അത് സംഭവിച്ചത്. എന്റെ മോൻ ഒരു ശത്രുക്കൾ പോലും ഉണ്ടായിരുന്നില്ല. അവൻ ആരെയും ഉപദ്രവിക്കാത്തൊരു പാവമായിരുന്നു. ആരവനെ കൊന്നു, എന്തിനു കൊന്നു എന്ന് എനിക്ക് അറിയില്ല. പോലീസ് പറഞ്ഞത് ആളെ തിരിച്ചറിയാതെ കൊന്നതായിരിക്കും എന്നാണ്. എന്തായാലും എന്റെ മോൻ പോയി. അവൻ എന്ത് സംഭവിച്ചെന്ന് പോലും എനിക്ക് ശരിക്കും അറിയില്ല. എന്നാലും ആരായിരിക്കും എന്റെ മോനെ കൊന്നത്? അത് ആലോചിക്കുമ്പോഴൊക്കെ എനിക്ക് നെഞ്ചിൽ വേദനയാണ്. അത് അറിഞ്ഞിട്ട് മരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇങ്ങനെ പറഞ്ഞ യോരി അപ്പൂപ്പൻ ഭയങ്കര വിഷമിച്ചു. ഇത് കണ്ട് ബക്കിക്കും ഭയങ്കര വിഷമാവുന്നുണ്ട്. ബക്കിയുടെ മുഖമൊക്കെ മാറി. അടുത്ത സീനി കാണിക്കുന്നത് ലൂസിയാന എന്ന് പറയുന്ന സ്ഥലമാണ്. സാം ഒരു വണ്ടി പോകുന്നത് അവന്റെ വീട്ടിലേക്കാ. ഒരു തീരപ്രദേശത്താണ് സാമിന്റെ വീട്. കാരണം എന്താന്ന് വെച്ചാൽ സാം കുടുംബമായിട്ട് പണ്ട് മുതലേ മീൻപിടുത്തം തൊഴിലാക്കിയിരിക്കുന്ന ആളുകളാണ്. സാമിന്റെ സഹോദരിയായിട്ടുള്ള സാറയെയും അവളുടെ 2 പിള്ളേരെയും നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവർക്കൊക്കെ സാം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അവഞ്ചേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ മാമൻ സാമിനെ വീണ്ടും കണ്ടപ്പോ പിള്ളേര് സന്തോഷത്തോടെ ഓടിച്ചെന്നു. സാമിന് അവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എപ്പോഴും സാമിന് വർക്ക് കാരണം ഇങ്ങോട്ട് വന്ന് ഇവരെയൊന്നും കാണാൻ പറ്റാറില്ല. സാമിന്റെ അനിയത്തി പറയാൻ തുടങ്ങി, നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഞാൻ വിചാരിച്ചു മറന്നുപോയിരുന്നു. എന്ത് ചെയ്യാനോ, ഓരോ തിരക്കുകളല്ലേ. തിരക്കില്ലാത്തപ്പോഴൊക്കെ ഞാൻ അങ്ങോട്ട് വരാറുണ്ടല്ലോ. അല്ല, നമ്മളുടെ ബോട്ട് എന്ത് കോലത്തിലിരിക്കുന്നത്? നീ ബോട്ട് നോക്കാറൊന്നുമില്ലേ? ഇതാ കേടായ പോലെ ആയാലോ. എന്തായാലും ബോട്ട് വിൽക്കാൻ പോവാ. അത് ഞാൻ തീരുമാനിച്ചു. അതുവരെ ബോട്ട് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടന്ന ഭാഗ്യം. എന്താ സാറ പറയുന്നത്? ഇത് നമുക്ക് പണ്ട് തൊട്ടുള്ള ബോട്ടാ. ഇതങ്ങനെ വിൽക്കാനൊന്നും പറ്റില്ല. അതെ അതെ, കഴിഞ്ഞ 5 കൊല്ലം നീ മാഞ്ഞു പോയി. നീ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ എങ്ങനെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടെന്ന് എനിക്കറിയോ. നമ്മളുടെ ഈ ബിസിനസ് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല സാം. എനിക്ക് വയ്യ. സാറ നീ എന്താ പറയുന്നത്? ഈ ബോട്ട് വെച്ചിട്ടാണ് നമ്മളൊക്കെ വളർന്നത്. നമ്മുടെ അച്ഛനും അമ്മയും അവരുടെ ഓർമ്മയാണ് ഈ ബോട്ട്. ഇതങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല. ഇത് നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ്. നിനക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷം എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയോ. എല്ലാവരും മാഞ്ഞു പോയവരോർത്താ വിഷമിക്കാറ്. പക്ഷെ ആ സമയത്ത് ജീവിച്ചിരിക്കുന്നവരുടെ വേദന നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഓക്കെ സാറാ, നോക്ക്, നമുക്കിത് വിൽക്കാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാലോ. എന്തായാലും അവർ തമ്മിൽ ഇങ്ങനെ തർക്കം ഉണ്ടാകുമ്പോഴേക്കും അവിടേക്ക് വേറെ ആളുകൾ വരുന്നുണ്ട്. അവിടെ എല്ലാവർക്കും സാം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ബഹുമാനമാണ്. ഒരു അവഞ്ചർ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അത് സ്വാഭാവികമാണല്ലോ. സാം, ഞാൻ ബോട്ട് വിൽക്കണം എന്ന് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. എനിക്കധികം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ് ചെലവുകൾ. പിന്നെ അങ്ങനെ ശരിയാവും. എന്നാൽ ഞാൻ നിന്നെ സഹായിക്കാം. നീ എന്താ അതിന് സമ്മതിക്കാത്ത? അത് വേണ്ട സാം. അച്ഛനമ്മ മരിക്കുന്നതിന് മുന്നേ ഒരു കരാർ ഉണ്ടായിരുന്നല്ലോ. നീ എയർഫോഴ്സിൽ പോയി നിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. ഈ ബിസിനസ് ഞാൻ നോക്കി നടത്താം. അങ്ങനെയായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. നോക്ക് സാർ, എന്ത് ചെയ്യാനാണെങ്കിലും നീ ഓൾറെഡി കുറെ ലോൺ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഒരെണ്ണം കൂടി എടുക്കാം. ഞാൻ സഹായിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യും. സാം ഇങ്ങനെ പറയുന്നത് കേട്ട് സാർക്ക് ദേഷ്യം വന്നിട്ട് അവന് ചെറുതായി ഇടിച്ചിട്ടാണ് പോകുന്നത്. സാറേ വെയിറ്റ്, ഇനി എന്നെ ഇടിക്കില്ലെങ്കിൽ ഞാൻ പറയാം. നോക്ക്, ഈ ബോട്ട് ശരിയാക്കാൻ പൈസ ഇല്ലാത്തതാണ് പ്രശ്നമെങ്കിൽ അത് നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ആക്കാം. ഇനി പുതിയൊരു ലോൺ എടുക്കുകയാണെങ്കിൽ തന്നെ അത് തിരിച്ചടക്കാൻ ഞാനും സഹായിച്ചാൽ പോരെ? സാം
ബാങ്കിൽ പോയി അങ്ങനെ ഈസി ആയിട്ട് ലോണൊന്നും കിട്ടില്ല, ഞാൻ ട്രൈ ചെയ്തതാ. അവർക്ക് വലിയ വലിയ ബിസിനസ് മതി, നമ്മളുടെ ഈ ചെറിയ മീൻപിടുത്തമൊന്നും അവരുടെ കണ്ണിലൊരു ബിസിനസ്സേ അല്ല. ഓക്കെ, ഇത്രയും നാൾ നിന്റെ കൂടെ ഞാനില്ലായിരുന്നല്ലോ, ഇപ്പൊ ഞാനുണ്ട്. ഞാൻ പറഞ്ഞ എന്തായാലും ഒരു ലോൺ തരാതിരിക്കില്ല. എന്തായാലും നമുക്ക് അവസാനമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. നീ ഒന്ന് സമ്മതിക്ക്, നീ വിഷമിക്കാതിരിക്കും, നമുക്ക് എല്ലാം ശരിയാക്കാം. എന്താ സാം, ഇപ്പൊ നീ ഹീറോയുടെ പോലെ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണോ? പിന്നല്ലാതെ നിന്റെ പിള്ളയുടെ മാമനാണ് ഞാൻ, അവരുടെ ഒരേ ഒരു ഹീറോ. പിന്നെ ഞാനല്ലേ രക്ഷിക്കാൻ വേണ്ടേ? നീ ഫുഡ് എടുത്ത് വയ്ക്കുക, എനിക്ക് വിശന്നിട്ട് പാടില്ല. വീട്ടിലെ ഫുഡ് കഴിച്ചിട്ട് എത്ര നാളെന്നറിയോ? ഇങ്ങനെ പറഞ്ഞ് സാം പോവാണ്. ഇവർ തമ്മിൽ ഇടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് ഈ ബോട്ടിന്റെ കാര്യത്തിൽ മാത്രമാണ്, അല്ലാത്ത രീതിയിൽ വേറൊരു കുഴപ്പമില്ല. പക്ഷെ സാറൊക്കെ എപ്പോഴും ടെൻഷനാ. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം. എല്ലാവരും മാഞ്ഞു പോയ 5 വർഷത്തോളം ഇവരുടെ ബിസിനസ് പ്രശ്നത്തിലാവാൻ ചില കാരണമുണ്ട്. പ്രപഞ്ചത്തിലെ പകുതി ജീവനുകൾ മാഞ്ഞു പോയപ്പോ അതിന്റെ കൂടെ കടലിലുള്ള പകുതിയോളം മീനുകളും മാഞ്ഞുപോയി. പിന്നെ എങ്ങനെ മീൻ പിടിക്കാൻ പറ്റും? അതുപോലെ ഈ മീൻ വാങ്ങാനായിട്ട് പുറത്ത് ആൾക്കാരില്ല, ആൾക്കാരിലും പകുതി പേര് മാഞ്ഞു പോയല്ലോ. ഇതായിരുന്നു മെയിൻ പ്രശ്നങ്ങൾ. സോ അങ്ങനെയുള്ള അവസ്ഥയിൽ മീൻപിടുത്തം ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ അത്ര പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ബോട്ട് കേടായി നശിക്കാറായ അവസ്ഥയിലെത്തി. അടുത്ത സീനിൽ കാണിക്കുന്നത് ബക്കിയാണ്. ബക്കി പറഞ്ഞതുപോലെ ലിയയുടെ കൂടെ കറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്, ഒരു ഡേറ്റ്. ബക്കി കുറച്ച് റൊമാൻറ്റിക് ആവാൻ വേണ്ടി കുറച്ച് പൂവൊക്കെ മേടിച്ചിട്ട് വന്നിരിക്കുന്നത്. ലിയയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇങ്ങനെ പൂ കൊണ്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഓൾഡ് ഫാഷൻ ആയിട്ടുള്ള കാര്യമാണ്. ബക്കി പണ്ട് ജീവിച്ചിരുന്ന ആളാണല്ലോ, അതുകൊണ്ടാണ് ബക്കി ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ലിയയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മാഞ്ഞുപോയ എല്ലാവരും തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ ഗേൾഫ്രണ്ട് ഒന്നും ഉണ്ടായില്ലേ? ആക്ച്വലി ഞാൻ ഇന്റർനെറ്റിൽ കൂടെ ഡേറ്റിങ്ങിന് ശ്രമിച്ചു. പക്ഷെ അതിലുള്ള പെണ്ണുങ്ങളൊക്കെ എന്തൊക്കെയോ ടെസ്റ്റിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ലോയൽറ്റി ടെസ്റ്റ്, ഈഗോ ടെസ്റ്റ്, സൺലൈറ്റ് ടെസ്റ്റ്, അങ്ങനെ എന്തൊക്കെയോ. അങ്ങനെ പുതിയ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പിന്നെയുള്ള കുറെ ഗേൾസ് ആണെങ്കിൽ അവരുടെ ഫോട്ടോ ഇടാതെ ഏതെങ്കിലും പൂക്കളുടെയോ പക്ഷികളുടെയോ പടങ്ങൾ ഇടാറ്. അവരെന്തോ ഒറിജിനൽ ഫോട്ടോ ഇടുന്നത് എനിക്ക് അറിയില്ല. സോ ഞാനതൊക്കെ വേണ്ടാന്ന് വെച്ചു. സത്യം പറയാലോ, നിങ്ങൾ സംസാരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്റെ അച്ഛനെ ഓർമ്മ വരുന്നത്. അച്ഛൻ സംസാരിക്കുന്ന പോലെ ഉണ്ട്. ഓ, അത് എന്താന്ന് എനിക്ക് അറിയില്ല. സത്യം പറഞ്ഞ ഒന്ന് ചിന്തിച്ചു നോക്കിയാ ഈ പെണ്ണ് ഏറിപ്പോയ ഒരു 25 വയസ്സ് കാണും. പക്ഷെ ബക്കിക്കാണെങ്കിലോ 100 വയസ്സിന് മേലെയുണ്ട്. അവൾ വയസ്സ് ചോദിക്കുമ്പോൾ ബക്കി 106 വയസ്സെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ലീ അതൊരു തമാശയാന്ന് വിചാരിച്ചിരിക്കുവാണ്. ഇപ്പൊ എന്ത് എക്സ്പ്രഷൻ ആണെന്ന് ബക്കിക്ക് പോലും അറിയില്ല. അല്ല, നിങ്ങളുടെ കയ്യിൽ എന്താ എപ്പോഴും ഇങ്ങനെ കയറിയിട്ട് വെച്ചേക്കുന്നത്? അതൊന്നുമില്ല, തണുപ്പൊക്കെയല്ലേ, അപ്പൊ കയ്യിൽ തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടതാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം ആരീ പറയുന്നതെന്ന്. തന്റെ വൈബ്രേനിയം കൈ മറച്ചു വെക്കാനാണ് ബക്കി കയറിയിട്ടിരിക്കുന്നത്. പിന്നെ തണുപ്പിന്റെ കാര്യം, ഓരോ മിഷൻ കഴിയുമ്പോഴും ഐസ് പെട്ടിയുടെ ഉള്ളിൽ ഫ്രീസ് ചെയ്താണ് ബക്കി ഉറക്കി കിടത്തിയിരുന്നത്. അവന്റെ പേര് തന്നെ മഞ്ഞുകാലത്തെ പോരാളി എന്നായിരുന്നു, ദ വിന്റർ സോൾജിയർ. എന്നിട്ടാണ് തണുപ്പടിക്കുന്ന കാര്യം പറയുന്നത്. സത്യം പറഞ്ഞാൽ തന്റെ കൈ കണ്ടാൽ ഈ പെണ്ണ് പേടിച്ചോടുന്നു ബക്കിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ലിയ ഒരു ഗെയിം കളിച്ചാലോ എന്ന് ബക്കിയോട് ചോദിക്കുകയാണ്. ബക്കി ഒക്കെ പറഞ്ഞു. അങ്ങനെ അവർ കളിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ബ്രദറോ സിസ്റ്ററോ ഒന്നും ഇല്ലേ? ഉണ്ടായിരുന്നു, പക്ഷെ അവർ മരിച്ചുപോയി. നിങ്ങളുടെ പാരന്റ്സോ അവരും ഇപ്പൊ ജീവനോടെ ഇല്ല, കുറെ കാലം മുന്നേ മരിച്ചുപോയി. ഐ എം സോറി. ബന്ധുക്കൾ മരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. യോരിയുടെ കാര്യം ആലോചിച്ച് നോക്ക്. അദ്ദേഹത്തിന്റെ മകൻ മരിച്ചിട്ട് കുറച്ച് നാളായി. അപ്പൊ പിന്നെ എപ്പോഴും അതിനെപ്പറ്റി ആലോചിച്ചിരിക്കാറുണ്ട്, എപ്പോഴും വിഷമിക്കാറുണ്ട്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കാന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും മോശമായിട്ടുള്ള കാര്യം. പാവം യോരി, അദ്ദേഹത്തിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ലല്ലോ. ലിയ, ഐ എം സോറി. എനിക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്, നമുക്ക് പിന്നെ കാണാം. ലിയ പറയുന്ന കാര്യങ്ങൾ കേട്ട് ബക്കി പെട്ടെന്ന് ടെൻഷനായി. എന്നിട്ട് അവൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ബക്കി നേരെ ചെല്ലുന്നത് യോരി അപ്പൂപ്പന്റെ വീട്ടിലേക്ക്. അവൻ കതകി മുട്ടി. യോരി വാതിൽ തുറന്നു. അല്ല, എന്നാ ഈ നേരത്തെ എവിടെ? എന്തെങ്കിലും കാര്യമുണ്ടോ? നിന്നോട് ലിയയുടെ കൂടെ കറങ്ങാൻ പോകാൻ പറഞ്ഞിട്ട് എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ബക്കി എന്തോ പറയാനാണ് വന്നത്, പക്ഷെ അവനത് പറയാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. യോരി അപ്പൂപ്പന്റെ വീട്ടിലിരിക്കുന്ന ഒരു ഫോട്ടോയിലേക്ക് ബക്കി പേടിയോടെ ഇങ്ങനെ നോക്കുവാണ്. ഇതാരാന്ന് മനസ്സിലായോ? പണ്ട് വിന്റർ സോൾജർ ആയിട്ട് ബക്കി വന്ന് ഒരു പാവം ജപ്പാൻകാരനെ കൊന്നു കളഞ്ഞില്ലേ, അവന്റെ ഫോട്ടോ ആണിത്. ഈ യോരി അപ്പൂപ്പന്റെ മരിച്ചുപോയ മകനായിരുന്നു അത്. സോ ബക്കിയുടെ നോട്ട്ബുക്കിൽ യോരി അപ്പൂപ്പന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, യോരി നാക്കാജിമ. ബക്കി ഓരോരുത്തരുടെ അടുത്ത് പോയി കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി ഏറ്റു പറഞ്ഞ് സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ യോരി അപ്പൂപ്പന്റെ അടുത്ത് മാത്രം പണ്ട് മനഃപൂർവ്വം അല്ലാതെ ഞാനാണ് നിങ്ങളുടെ മകനെ കൊന്നുകളഞ്ഞെന്ന് ബക്കിക്ക് പറയാൻ പറ്റുന്നില്ല. ബക്കിയുടെ മനസ്സിനെ സമ്മതിക്കുന്നില്ല. ഈ കുറ്റബോധം അവന് ഭയങ്കരമായിട്ട് വേട്ടയാടുന്നുണ്ട്. ഈ സമയത്ത് ബക്കി ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് യോരിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് യോരിയാണല്ലോ പൈസ കൊടുത്തത്, അത് തിരിച്ചു തരാൻ വന്നതെന്ന് പറയുന്നു. എന്നിട്ട് ബക്കി പോകുന്നു. പക്ഷെ ആക്ച്വലി ഉച്ചയ്ക്ക് പൈസ കൊടുത്തത് ബക്കി തന്നെയായിരുന്നു. ഈ കാര്യം യോരിക്ക് ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ അങ്ങേർക്ക് വേറെ സംശയമൊന്നും തോന്നുന്നില്ല. ഇപ്പൊ വീണ്ടും സാമിനെയും സാറയാണ് കാണിക്കുന്നത്. അവരെന്തോ ഫുഡൊക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, അവിടെ വിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് സാറ ജീവിച്ചു പോകുന്നത്. സാം അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലോൺ പാസ്സായി പൈസ കിട്ടി കഴിഞ്ഞാൽ ഇവരുടെ ബോട്ടും വീടും ഒക്കെ ഒന്ന് ശരിയാക്കാന്നാണ് സാം പറയുന്നത്. എന്തായാലും ബാങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, കറക്റ്റ് സമയത്തിന് എത്തണമെന്ന് സാമിന് നിർബന്ധമാണ്. ഈ പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടേതായ ചില കൃത്യനിഷ്ഠയൊക്കെ ഉണ്ടാവുമല്ലോ, അത് തന്നെയാണ് ഇവിടെയും കാണാൻ പറ്റുന്നത്. അവർ പിള്ളേരോടൊക്കെ ബൈ പറഞ്ഞ് ബാങ്കിലേക്ക് യാത്രയായി. സാറ പിള്ളേരോട് ഗെയിം ഒന്നും കളിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ പിള്ളേരാണെങ്കിൽ അവർ ഇറങ്ങാൻ കാത്തു നിൽക്കുമായിരുന്നു. അവർ GTA 6
കളിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ടോറസിനെ കാണിക്കുവാണ്. അവൻ സ്വിറ്റ്സർലാൻഡിലെ ഏതോ ഒരു ഇടനാഴി കൂടെ നടന്നുകൊണ്ടിരിക്കുക. ഫ്ലാഗ് സ്മാഷേഴ്സിനെ ഫോളോ ചെയ്താണ് അവൻ ഇവിടെ വന്നിരിക്കുന്നത്. ആരും കാണാതെ അവൻ ഡ്രസ്സിൽ ഒരു ഒളിക്യാമറയും വെച്ചിട്ടുണ്ട്, നടക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്യാൻ. ഫ്ലാഗ് സ്മാഷേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി എടുക്കാൻ ചില ആപ്പുകളും വെബ്സൈറ്റുകളും ഒക്കെ ഉണ്ട്. ഇത് സാധാരണക്കാർക്ക് കിട്ടില്ല, പക്ഷെ ടോറസ് അത് കണ്ടുപിടിച്ചു. അത് അവന്റെ ഫോണിലുള്ളത് കൊണ്ട് തന്നെ അവൻ ഈസി ആയിട്ട് ഫ്ലാഗ് സ്മാഷേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ടോറസ് നടന്ന് ഒരു ബാങ്കിന്റെ മുന്നിലെത്തി. ആക്ച്വലി ഇവിടെ ഒരു ബാങ്ക് കവർച്ചയാണ് നടക്കാൻ പോകുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഫ്ലാഗ് സ്മാഷേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവർ പല ഇൻസ്ട്രക്ഷൻസും ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ മാസ്ക് എല്ലാവർക്കും കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ ടോറസും ഒരെണ്ണം വാങ്ങിച്ചു വെക്കുന്നുണ്ട്. പെട്ടെന്ന് ബാങ്കിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ഒരാൾ ചില്ല് പൊട്ടിച്ച് 2 വലിയ ബാഗുകളിൽ പൈസയും നിറച്ച് താഴേക്ക് ചാടുവാണ്. അയാൾ ബാങ്ക് കൊള്ളയടിച്ച് പണം എടുത്തു. പെട്ടെന്ന് ടോറസിന്റെ കയ്യിലുള്ള ആപ്പിലും ചുറ്റും നിൽക്കുന്ന ആളുകളുടെ ഫോണിലും റൺ എന്ന് വരുവാണ്, അതായത് ഓടാൻ. പെട്ടെന്ന് ചുറ്റുമുള്ള എല്ലാവരും ഇങ്ങനെ ഓടാൻ തുടങ്ങി. ആക്ച്വലി ഇത് പോലീസിന്റെ കണ്ണ് വെട്ടിക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇങ്ങനെ കുറെ പേര് മാസ്ക് ഇട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസിന് ആരെ പിടിക്കണമെന്ന് മനസ്സിലാവില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫ്ലാഗ് സ്മാഷേഴ്സ് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ് സെറ്റാക്കിയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നവർ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതിനിടയ്ക്ക് ഒരു പോലീസ് വന്ന് ടോറസ് ഇതിൽപ്പെട്ട ആളാന്ന് വിചാരിച്ച് അവനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ടോറസ് പോലീസിനെ നിലത്തിടിച്ചിട്ടു. എന്നിട്ട് സോറി പറഞ്ഞവൻ തോക്കെടുത്ത് ശരിക്കുള്ള ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് അവർക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. വേറെ ഫ്ലാഗ് സ്മാഷേഴ്സ് പോലീസുകാരെ ആക്രമിക്കുന്നുണ്ട്. ടോറസ് തോക്ക് ചൂണ്ടുന്ന ഫ്ലാഗ് സ്മാഷറും അവൻ അറ്റാക്ക് ചെയ്യുവാണ്. അയാൾ വളരെ ഈസി ആയിട്ട് ടോറസിനെ എടുത്ത് മലർത്തി നിലത്തടിച്ചു. എന്നിട്ട് അവന്റെ മുഖത്തിട്ട് ഒരു ഒറ്റ ചവിട്ടും കൊടുത്തു. ടോറസിന്റെ ബോധം പോയി. അടുത്ത സീനിൽ സാമും സാറയും കൂടി ബാങ്കിലിരിക്കുക ലോൺ എടുക്കാൻ വേണ്ടി. മുന്നിലിരിക്കുന്ന ഒരു അവെഞ്ചർ ആണെന്ന് അറിയുമ്പോൾ ബാങ്ക് ജോലിക്കാരന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആദ്യ ആൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് അയാൾ പലതും ചോദിക്കുന്നു. ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ട്, നിങ്ങൾ വല്ല സിനിമയിൽ അഭിനയിച്ച ആളാണോ? അയ്യോ, സിനിമയിലൊന്നുമല്ല, നിങ്ങൾക്ക് എന്നെ അറിയായിരിക്കും, ഒന്ന് ആലോചിച്ച് നോക്കി കിട്ടും. ഇങ്ങനെ പറഞ്ഞ് സാം തന്റെ കൈ കൊണ്ട് ചെറുകൾ വിടർത്തുന്നത് പോലെ കാണിക്കുവാണ്. അപ്പൊ അയാൾക്ക് കാര്യം മനസ്സിലായി. ഓ, ഫാൽക്കൺ, അവെഞ്ചർ, ഓക്കെ, എനിക്ക് മനസ്സിലായി. എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടം കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അവെഞ്ചർ ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ അയാള് സാമിന്റെ കൂടെ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. ഇന്ന് ഞാനിത് സ്റ്റോറി ഇട്ട് ഒരു കലക്കും മോനെ, താങ്ക് യു. ആക്ച്വലി ഞാൻ വന്നത് ഒരു ലോണിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാ. ഇതെന്റെ സിസ്റ്ററാണ് സാറ. ഞങ്ങളുടെ ഒരു ഫിഷ് ബോട്ട് ശരിയാക്കാനായിട്ട് നല്ല ചെലവ് വരും. പിന്നെ ബിസിനസിന്റെ കാര്യങ്ങൾക്കും കുറച്ച് പണം ആവശ്യമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന്റെ ബിസിനസ് നിലനിർത്തി പോകണമെന്നാണ് ആഗ്രഹം. അല്ല സമയം ഡൗട്ട് ചോദിക്കട്ടെ, നിങ്ങൾ അവെഞ്ചേഴ്സിന് പൈസ കിട്ടുന്നില്ലേ? അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഈ ഹീറോസിനൊക്കെ പൈസ ആരാ കൊടുക്കുന്നത്? ടോണി സ്റ്റാർക്കാ? അദ്ദേഹം മരിച്ചാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്നാലും ഞാൻ ചോദിക്കുകയാണ്. അയ്യോ, അങ്ങനെയൊന്നുമല്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള പൈസയൊന്നും കിട്ടാറില്ല. പിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ, അത് മതി. അതൊക്കെ ശരിയാ, പക്ഷെ പൈസക്ക് പൈസ തന്നെ വേണ്ടേ? സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ലോൺ വേണമെന്നാണ് പറയുന്നതല്ലേ? ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. എന്നിട്ട് അയാൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി. സത്യം പറഞ്ഞ ഈ സംശയം നമുക്കും ഉണ്ടാവും, ഈ അവെഞ്ചേഴ്സിനൊക്കെ എങ്ങനെയാണ് പൈസ കിട്ടുന്നതെന്ന്. ആക്ച്വലി ഷീൽഡ് ഏജൻസി ഉണ്ടായിരുന്ന സമയത്ത് അവെഞ്ചേഴ്സിന് പൈസ കൊടുത്തുകൊണ്ടിരുന്നത് ആ ഏജൻസി തന്നെയായിരിക്കും. ഏജൻസിക്ക് പലതരത്തിൽ പൈസ കിട്ടുന്നുണ്ടാവും. കുറെ പണക്കാരുടെ സപ്പോർട്ട് ഉണ്ടാവും, അവരുടെ ഡൊണേഷൻസ് ഉണ്ടാവും, പിന്നെ ഗവൺമെന്റിന്റെ ഹെൽപ്പ് ഉണ്ടാവും. കാരണം ഒരു തരത്തിൽ രാജ്യത്തെ രക്ഷിക്കുന്ന പ്രവർത്തനം തന്നെയാണല്ലോ ഷീൽഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ വർക്ക് ചെയ്യുന്ന അവെഞ്ചേഴ്സിനും പൈസ കൊടുക്കും. പിന്നെ ടോണി സ്റ്റാർക്കിന്റെ ഭാഗത്ത് നിന്നും സാമ്പത്തികമായിട്ട് നല്ല സഹായം ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ അവെഞ്ചേഴ്സ് 2 ചേരിയായിട്ട് തിരിഞ്ഞു. സോക്കോയി അക്കോർഡ്സിൽ ഒപ്പുവെക്കുന്നവർക്ക് മാത്രമായിരിക്കും പിന്നെ അവെഞ്ചേഴ്സ് എന്ന പേരിൽ പൈസ കിട്ടുക. സാം അതിൽ ഒപ്പുവെച്ചില്ല. അതുകൊണ്ട് തന്നെ സാമിന് പിന്നെ കാര്യമായിട്ട് പൈസ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. ഇപ്പൊ പോലും ഗവൺമെന്റിന്റെ കൂടെ ഇടയ്ക്ക് കോൺട്രാക്ട് വർക്കുകളാണ് സാം ചെയ്യുന്നത്. മാഡം, ഞാൻ ചെക്ക് ചെയ്തു, നിങ്ങൾക്ക് കുറെ കാലമായിട്ട് ഈ ബാങ്കിൽ അക്കൗണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ 5 വർഷമായിട്ട് നിങ്ങൾക്ക് യാതൊരു വരുമാനം ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നില്ല. നിങ്ങൾ സാമിന്റെ അക്കൗണ്ട് കാര്യമാണ് പറയുന്നതെങ്കിൽ സാം കഴിഞ്ഞ 5 കൊല്ലം ഇവിടെ ഉണ്ടായിരുന്നില്ല. അവൻ മാഞ്ഞു പോയിരിക്കുമായിരുന്നു. പിന്നെ എങ്ങനെയാണ് അവന് വരുമാനം ഉണ്ടാവുന്നത്? സാർ ദേഷ്യപ്പെടല്ലേ, ഞാൻ പറയാം. സാർ, കഴിഞ്ഞ 5 കൊല്ലമായിട്ട് മാഞ്ഞുപോയുടെ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് ലോൺ തരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചടയ്ക്കും. ഞങ്ങളുടെ ബിസിനസ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഗവൺമെന്റിന്റെ കൂടെ ചേർന്ന് കോൺട്രാക്ട് വർക്കുകളും ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾക്ക് അതൊരു തെളിവായിട്ട് എടുക്കാമെങ്കിൽ അത് തരാം. പക്ഷെ സാം, ഒരു പ്രശ്നമുണ്ട്. പഴയ നിയമങ്ങളല്ല ഇപ്പോ. ലോൺ കൊടുക്കുന്ന നിയമങ്ങളൊക്കെ മാറി. എല്ലാ ആളുകളും ഒറ്റയടിക്ക് തിരിച്ചു വന്നപ്പോ എല്ലാവർക്കും പൈസ ആവശ്യമായിട്ട് വന്നു. എല്ലാവരും ലോൺ എടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കൊടുക്കാനുള്ളത്ര പൈസ ബാങ്കിനില്ല. ഭയങ്കര ടൈറ്റായി. എനിക്ക് നിങ്ങൾക്ക് ലോൺ തരണമെന്നുണ്ട്. സാം ഒരു ഹീറോ ആണല്ലോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, സാമിന്റെ കൂടെ ഒരു സെൽഫി കൂടി എനിക്ക് എടുക്കാൻ പറ്റുമോ? നിങ്ങൾ എന്താണ് സാർ പറയുന്നത്? ഞാനിവിടെ കാര്യമായിട്ട് ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സെൽഫിയെ പറ്റിയാണല്ലോ പറയുന്നത്. സീരിയസ് ആയിട്ടാണോ പറയുന്നത്? ഇത് കേട്ട് സാറ ചിരിക്കുന്നുണ്ട്. തുടർന്ന് അവർ സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സാറയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അവളിപ്പോ ഒരു വിധവയാണ്. മിസ്റ്റർ സാം, എനിക്ക് പറയാൻ വിഷമമുണ്ട്, പക്ഷെ നിങ്ങൾക്കിപ്പോ ലോൺ തരാൻ പറ്റില്ല. ഐ എം റിയലി സോറി. ഇത് കേട്ട് സാമിന് ദേഷ്യം വരുന്നുണ്ട്. അവൻ സാറയുടെ കൂടെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാം, ഇതൊന്നും നടക്കില്ല എന്ന്. നമ്മളെ പോലെ കറുത്ത വർഗ്ഗക്കാർക്ക് ലോൺ തരാനൊക്കെ പ്രശ്നമാണ്. ഇത് തന്നെ വല്ല വെള്ളക്കാരനായിരുന്നെങ്കിൽ അവൻ ഈസി ആയിട്ട് ലോൺ കൊടുത്തേനെ. എനിക്കറിയാം സാറേ, പക്ഷെ നമ്മൾക്ക് ഇനിയും ട്രൈ ചെയ്യാലോ. പിന്നെ അയാളെ പറഞ്ഞിട്ടും കാര്യമില്ല. ബാങ്കിന്റെ നിയമങ്ങളൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അയാൾക്കതനുസരിച്ചല്ലേ പറ്റൂ. സാം, നിനക്കെന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? കഴിഞ്ഞ 5 കൊല്ലം നീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. എന്റെ കഷ്ടപ്പാട് എനിക്ക് അറിയൂ. ഈ ബോട്ട് ഇത്രയും കാലം ഇങ്ങനെ നിർത്തിയത് ഞാൻ തന്നെയാ. ഞാൻ തന്നെ പറയുന്ന ഇപ്പൊ ബോട്ട് വിൽക്കണമെന്ന്. വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. സാർ, എനിക്ക് പറയാൻ വിഷമമുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലും ബോട്ടിലും നിന്റെ പോലെ എനിക്കും അവകാശമുണ്ട്. അതുകൊണ്ട് ഞാൻ സമ്മതിക്കാതെ ബോട്ട് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കും തീർച്ചയായിട്ടും. ഇങ്ങനെ പറഞ്ഞ് സാമും സാറയും കൂടി പോവാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് സാം ബോട്ടിൽ ചെറിയ പണിയൊക്കെ എടുക്കാൻ തുടങ്ങി. അത് വീണ്ടും വർക്കിംഗ് ആക്കാൻ വേണ്ടി അവിടെ സാമിന്റെയും സാറയുടെയും കുട്ടിക്കാലത്തെ ഫോട്ടോകളും അവരുടെ പാരന്റ്സിന്റെ
ഫ്ലാഗ്സിന്റെ ഫോട്ടോകളും ഒക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. സോ സാമിന് അത്ര പ്രിയപ്പെട്ടതാണ് ഈ ബോട്ട്. സാറയ്ക്കും അതെ. പക്ഷെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് സാറ ഈ ബോട്ട് വിൽക്കണമെന്ന് പറയുന്നത്. എന്തായാലും ബോട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. ഈ സമയത്താണ് ടോറസ് അവൻ സീക്രട്ട് ആയിട്ട് റെക്കോർഡ് ചെയ്ത ആ വീഡിയോ സാമിന് അയച്ചു കൊടുക്കുന്നത്. ടോറസ്, നിനക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ടല്ലോ. ഈ വീഡിയോ കാണുന്നതാണോ ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ ലീഡർ? അതെ അതെ, നല്ല പുള്ളിയാ. എന്തൊരു അടി അടിച്ചെന്നറിയോ? എടാ, ഞാൻ നിന്നോട് ഓൺലൈനിൽ കൂടെ നിരീക്ഷിക്കാനാ പറഞ്ഞത്, അല്ലാതെ പിന്നീ കൂടെ പോകാനല്ല. ഇതൊക്കെ ഭയങ്കര അപകടമാണ്. നീ മരിക്കാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. എന്തോ എനിക്കിങ്ങനെ ചെയ്യാൻ തോന്നി, അതിനുള്ള എനിക്ക് കിട്ടുകയും ചെയ്തു. അടികൊണ്ട് എന്റെ ബോധം പോയി. ഞാൻ എട്ടിപ്പോഴേക്കും അവര് ബാങ്ക് കൊള്ളയടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അവര് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ അവരെ തടഞ്ഞേ പറ്റൂ. സാം, എനിക്കൊരു സംശയമുണ്ട്. നിങ്ങളും അതിനെ ചിന്തിക്കുന്നത് എനിക്കറിയാം. ഇവരുടെ ഈ ശക്തിയൊക്കെ കണ്ട് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഫ്ലാഗ് സ്മാഷേഴ്സ് ഒരു കൂട്ടം സൂപ്പർ സോൾജേഴ്സ് ആണെന്ന്. ക്യാപ്റ്റൻ അമേരിക്കയുടെ പോലെ സെറം കുത്തിവെക്കപ്പെട്ട് ഒരുപാട് ശക്തി കിട്ടിയവർ. ഞാൻ പിന്നെ വിളിക്കാൻ ടോറസ്. ഞാൻ ഇതിനെ പറ്റി ഒന്ന് നോക്കട്ടെ. പിന്നെ ഈ കാര്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയണ്ട. അങ്ങനെ പറഞ്ഞ് സാമും ടോറസും കോൾ കട്ട് ചെയ്യുവാണ്. പറഞ്ഞ പോലെ അവർ സൂപ്പർ സോൾജേഴ്സ് ആണോന്ന് ഒരു ഡൗട്ട് ഉണ്ട്. പെട്ടെന്നാണ് സാർ ഓടി വന്ന് ടി വെച്ചിട്ട് ഒരു ന്യൂസ് സാമിനെ കാണിക്കുന്നത്. അവിടെ അമേരിക്കൻ ഗവൺമെന്റ് എന്തോ ഒരു പുതിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും പറയാറുണ്ട് നമ്മൾക്ക് പുതിയൊരു ഹീറോയെ വേണമെന്ന്. നമ്മളുടെ ഭൂമിയുടെ രക്ഷകനാവാനും നമ്മളുടെ പ്രതീകമാവാനും പ്രതീക്ഷയാവാനും നമുക്കൊരാളെ ആവശ്യമുണ്ട്. നമ്മുടെ രാജ്യത്തിനെ മുന്നോട്ടുയർത്താൻ ഒരാളെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനം നിങ്ങളെ അറിയിക്കുന്നു. ഇനി മുതൽ അമേരിക്കയ്ക്ക് പുതിയൊരു ഹീറോ ഉണ്ട്. ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളുടെ പുതിയ ക്യാപ്റ്റൻ അമേരിക്കയെയാണ്. അങ്ങനെ പറയുന്നതോടെ ഏതോ ഒരുത്തൻ ക്യാപ്റ്റൻ അമേരിക്കയുടെ പോലെ സ്യൂട്ട് ഇട്ട് സാം മ്യൂസിയത്തിൽ വെക്കാൻ വേണ്ടി കൊടുത്ത വൈബ്രേനിയം ഷീൽഡിനും പൊക്കി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വരുവാണ്. എല്ലാവരും കൈയടിക്കുന്നു. അവൻ എല്ലാവരെയും കൈവീശി കാണിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ വന്ന് നിൽക്കുവാണ്. കാര്യങ്ങൾ പ്രശ്നത്തിലേക്കാണോ നീങ്ങുന്നതെന്ന് സാമിന് തോന്നുന്നുണ്ട്. ഒരുപക്ഷെ ഗവൺമെന്റ് ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. ഒരു കറുത്തവർഗക്കാരനായ സാമിനെ ക്യാപ്റ്റൻ ആക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. സാമിന്റെ കയ്യിൽ നിന്ന് ഈ ഷീൽഡ് വാങ്ങുമ്പോൾ പോലും അത് മ്യൂസിയത്തിൽ വെക്കുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ സാമിനെയോ മറ്റാരെയോ അറിയിക്കാതെ അവരിപ്പോ പുതിയൊരു ക്യാപ്റ്റൻ അമേരിക്കയെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വെള്ളക്കാരനായ ക്യാപ്റ്റൻ അമേരിക്ക. എന്നാലും ആരാണിവൻ? ചിലർ പറയുന്നു സായബേങ്കർ വേഷം മാറി വന്നതെന്ന്. ചിലർ പറയുന്നു ഇത് ഈ അപ്പൂപ്പനാണെന്ന്. പക്ഷെ ശരിക്കും ഇതാരാ? നമ്മുടെ ക്യാപ്റ്റൻ കുറെ നാൾ ഉപയോഗിച്ച ഈ ഷീൽഡ്, എന്നിട്ട് അദ്ദേഹം സാമിന് കൊടുത്ത ഷീൽഡ്, അത് പൊക്കി പിടിച്ചുകൊണ്ട് വരാൻ ആരാണിവൻ? ഇത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇങ്ങനെ വേണം ഒരു സീരീസിന്റെ എപ്പിസോഡൊക്കെ തുടങ്ങി വെക്കാൻ. എന്തൊക്കെ കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നത്? സാമിന്റെ ലൈഫ്, സാമിന്റെ അനീത്തിയുടെ ലൈഫ്, ഒരു അവെഞ്ചർ ആയിട്ടുള്ള സാമിന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, ബക്കിയുടെ കഴിഞ്ഞ ജീവിതം, അവന്റെ ഇപ്പോഴത്തെ കുറ്റബോധം, ഈ ലോകമായിട്ട് ഒത്തുചേർന്ന് പോകാനുള്ള അവന്റെ ബുദ്ധിമുട്ട്, കറുത്തവർഗക്കാരോടുള്ള അവഗണന, പുതിയൊരു ക്യാപ്റ്റൻ അമേരിക്കയെ കൊണ്ടുവരുന്നു. അതിനിടയ്ക്ക് ഫ്ലാഗ് സ്മാഷേഴ്സ് എന്ന് പറയുന്ന ഒരു വില്ലൻ ടീമുണ്ട്. അവർ സൂപ്പർ സോൾജേഴ്സ് ആണെന്ന് സംശയമുണ്ട്. സത്യം പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.